നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ അവലംബിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഏത് കുടുംബത്തിൽ പ്രവേശിച്ചാലും ആ കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്ന അളിച്ചത് കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ ആശംസിച്ച സമാധാനം കർത്താവെ. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം അവരിലേക്ക് അനുഭവിക്കുന്ന അളിച്ചത് കർത്താവെ. ഈ സമാധാനം എല്ലാവരും അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ആശങ്കകളാൽ
രോഗങ്ങളാൽ, രോഗക്ലേശങ്ങളാൽ, രോഗഭാരങ്ങളാൽ, സാമ്പത്തിക കടങ്ങളാൽ, കുടുംബത്തിൻ്റെ ഭാഗങ്ങളാൽ, കേസുകളാൽ, അന്യായങ്ങളാൽ, വസ്തുവകൾ തർക്കങ്ങളാൽ, ജപ്തി നടപടികളാൽ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥകളാൽ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദനകളാൽ ഞെരിപിരി കൊള്ളുന്നവർ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തവരമെ തളിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വന്തം ചെയ്യുന്നു. എങ്ങനെ 10 പൈസ എവിടുന്ന് കിട്ടുമെന്നറിയാതെ നട്ടം തിരിയുന്നവരുണ്ട് കർത്താവെ. അവരെല്ലാം സന്ധിക്കണമേ, അവർക്ക് പുതിയ മാർഗം കാണിച്ചു കൊടുക്കണമേ, അവരുടെ ഉദ്യമങ്ങളെ നീ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവ്, വിവാഹം ഒത്തുവരുന്ന വിവാഹം നടത്തിയെടുക്കാൻ പണമില്ലാത്തവർ, ബന്ധുക്കളെ സ്വന്തപ്പെട്ട് സഹായിക്കാത്തവർ. ഒരു പെൺകുഞ്ഞിനോട് പറഞ്ഞു, അപ്പനും അമ്മയും ഡൈവേഴ്സിലാണ് അച്ഛാ, എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല, എന്നെ കെട്ടിച്ചു കൊടുക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ കുറേ നേരം ആൾക്കാരെ അത് കേട്ടുവന്നുകൊണ്ട് വിഷമത്തോടെ നിന്ന് പ്രാർത്ഥിച്ചു. കർത്താവ്, അങ്ങനെയുള്ള പെൺകുഞ്ഞുങ്ങൾ അവൾ മാത്രമല്ല, എത്രയോ പേരുണ്ട് ഈശോയെ. അവരെല്ലാം ഇന്ന് സന്ധിക്കണം. ഈ കുരിശ് ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടി കൂടിയാണ് അമ്മേ. ഇന്നോടുകൂടി ഇന്ന് 3 മണിക്കുള്ളിൽ അതിന് തീരുമാനം ഉണ്ടായിട്ട് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കും ആമേൻ. ദൈവരാജ്യത്തിലെ വലിയവനുണ്ട് ചെറിയവനുണ്ടെന്നൊക്കെ പറയത്തില്ലേ? മത്തായിയുടെ സുവിശേഷം 5:19 ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. സ്വർഗരാജ്യത്തിലെ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. എപ്പോഴും. പക്ഷെ ഒരു പ്രശ്നം പഠിപ്പിക്കുന്നവന് അതനുസരിച്ചിരിക്കണവൻ. അതാണ് എൻ്റെ അകത്ത് വരുന്ന വെല്ലുവിളി, അതാണ് ചാലഞ്ച്. അതാണ് സ്വർഗരാജ്യത്തെ വലിയവനെന്ന് പറയുമ്പോൾ അയാളത് അനുസരിക്കുകയും ചെയ്യും, അനുസരിക്കണത് പഠിപ്പിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ തന്നെ ദൈവരാജ്യം പറയുന്നത്, അപ്പോൾ സിംഗിൾ സ്റ്റാർ വന്ന്, ഡബിൾ സ്റ്റാർ വന്ന്, ട്രിപ്പിൾ സ്റ്റാർ വന്ന്, കണ്ടില്ലേ? അപ്പോൾ ഈ സ്റ്റാർ കയറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരേ പോയിന്റ് തന്നെയാണ്. എന്താ കാര്യം? ഇങ്ങനെ ഓരോരോ ജീവിതത്തിൽ, ഇപ്പോൾ കുടുംബത്തിൽ, ചിലപ്പോൾ ജീവിതത്തിൽ പൊതുജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തകർച്ച ഉണ്ടാകാം. നമുക്ക് തകർച്ച ഉണ്ടായോ ഉയർച്ച ഉണ്ടായോ എന്നതല്ല പ്രശ്നം. ചിലപ്പോൾ പൊതുജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് കുടുംബത്തിൽ തകർച്ച ഉണ്ടാകും. തകർച്ച ഉണ്ടായാലും ഉയർച്ച ഉണ്ടായാലും നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. വെച്ചാൽ ദൈവകൃപ ആർജിക്കാൻ വേണ്ടി നമ്മളെങ്ങനെ അതിനെ സമീപിക്കുന്നു. ലൂക്കാ 10:26 വായിച്ചേ. അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അതാ പ്രശ്നം. നിയമത്തിൽ എന്തെഴുതിയാലും നീ എങ്ങനെ അതിനെ സമീപിക്കുന്നു? നിനക്കത് എങ്ങനെയാണ് നീ അതിനെ അഭിമുഖീകരിക്കുന്നത്? നീ എങ്ങനെയാണ് അതിനെ കൈകാര്യം സമീപിക്കുന്നത്? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ഇപ്പം നമുക്ക് പൊതുജീവിതത്തിൽ ചിലപ്പോൾ തകർച്ച ഉണ്ടാകാം, കുടുംബത്തിൽ വിജയം ഉണ്ടാകാം. ചിലപ്പോൾ കുടുംബത്തിൽ തകർച്ച ഉണ്ടാകാം, പൊതുജീവിതത്തിൽ വിജയം ഉണ്ടാകാം. പക്ഷേ നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എങ്ങനെ എടുക്കുന്നു? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അത് എങ്ങനെ വായിക്കുന്നു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? എന്താണ് അത്? എന്തായാലും കർത്താവിനെ, യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി അത് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ സുവിശേഷവിഹിതമായ ഒരു സമീപനം എന്ന് പറയുന്നത്. എൻ്റെ പേര് ജാൻസി KJ. ഞങ്ങൾ വയനാട് കൊറോം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഇടവകങ്ങളാണ്. അമ്മമാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഈ അവസരം ഈ അൾത്താരയിൽ ഞങ്ങൾ നിൽക്കുന്നത്. ഒരു 4 വർഷം മുമ്പ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞങ്ങൾ ഉടമ്പടിയൊന്നും എടുത്തില്ല. കാരണം ഉടമ്പടി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടെല്ലാം പാലിക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാണ്ട് ഞാൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. പക്ഷേ നമ്മുടെ ജീവിതാനുഭവങ്ങളാണല്ലോ പിന്നീട് നമുക്കൊരു വിശ്വാസത്തിലേക്ക് നയിക്കുക എന്ന് നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ. പിന്നെ ഞാനൊരു ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് B1 ഒരു മൊഡ്യൂൾ ഫെയിലായി.
ഇടയായി. അപ്പോൾ ഞാൻ തിരുവല്ല വെച്ച് എക്സാം എഴുതാൻ പോകുന്ന വഴി എല്ലാവരും എന്നെ നെഗറ്റീവ് കമൻ്റൊക്കെ പറഞ്ഞു, എന്തിന് നീ ഉടമ്പടി എടുക്കണം, പിന്നെ ഉടമ്പടി എന്നൊരു സംഭവം നമ്മുടെ സഭയിൽ ഇല്ല, പിന്നെ ഇത് അമ്മ മാതാവ് എവിടെയാണെങ്കിലും ഉണ്ടാകും, പിന്നെ വയനാട്ടിൽ നിന്ന് നിങ്ങൾ എന്തിന് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ആലപ്പുഴയിൽ പോയി മാതാവിൻ്റെ അടുത്ത് പോയി കാണണം എന്നൊക്കെ. പക്ഷേ അതിനെയെല്ലാം ഞാൻ മറന്ന് ഞാൻ ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു. എനിക്ക് അന്ന് അച്ഛനെ കാണാനുള്ള അവസരമുണ്ടായി. അച്ഛൻ ഒത്തിരിയേറെ നന്നായി പ്രാർത്ഥിച്ചു, എനിക്ക് കാശുരൂപം തന്നു, എൻ്റെ പേനയെല്ലാം വെഞ്ചരിച്ച് തന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി. 73 പേര് എഴുതിയതിൽ 13 പേര് പാസ്സായുള്ളൂ. അതിനകത്ത് ഒരു വ്യക്തിയായിട്ട് ദൈവമാതാവ് എന്നെ ഉയർത്തി എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അതുപോലെ തന്നെ രണ്ടാമത് ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി ഞാൻ മാർച്ച് 19 ആദ്യത്തെ ഉടമ്പടി എടുത്തത്. അത് ഞാൻ ജൂലൈ 12 ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോൾ ഈ ഇതിലെല്ലാം ഞാൻ നിയോഗങ്ങളെല്ലാം വെച്ച് എൻ്റെ ഏകദേശ കാര്യങ്ങളെല്ലാം മാതാവ് സാധിച്ചു തന്നു. അതെല്ലാം വിവരിക്കാൻ എനിക്കൊരു സമയം ഇവിടെ തികയില്ല എന്ന് മാത്രമല്ല, എനിക്ക് അവരെല്ലാം ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ അതിൻ്റെ ഒരു സാക്ഷിയായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ നിയോഗങ്ങളിൽ ഞാൻ എഴുതി വെച്ച ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവ് തന്നു എന്നുള്ളതാണ്. അടുത്ത എൻ്റെ സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് ഞാൻ എൻ്റെ നിയോഗം വെച്ചിരുന്നു. അതിന് കൃത്യമായിട്ട്, അത് ഞങ്ങളുടെ ഒരു വലിയൊരു ആവശ്യമായിരുന്നു, അതിന് കൃത്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ ദൈവമാതാവ് ഞങ്ങൾക്ക് ആ സാഹചര്യങ്ങളെ അവിടെ അനുഭവം തന്നിരിക്കുകയാണ്. പിന്നെ എൻ്റെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് ആർമിയിൽ വർക്ക് ചെയ്യാണ്. അപ്പം ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ക്രൈസിസിനെ നേരിടേണ്ടി വരുന്നു. രാവും പകലും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യണം. വളരെ ആത്മാർത്ഥതയോടും ഒരു തെറ്റുമില്ലാണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്തത്. അങ്ങനെ മാർച്ച് എൻഡിങ്ങിൽ പിന്നെ ക്ലോസിംഗ് ഡേറ്റ് വന്നു. എല്ലാ കണക്കുകളൊക്കെ പൂർത്തീകരിക്കേണ്ട അവസരം വന്നപ്പം ഞാൻ അന്ന് ഇവിടെ ആദ്യമായിട്ട് വരികയാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് എന്നോട് വിളിച്ചിട്ട് 2 ദിവസമായിട്ടൊന്നും വർത്തമാനം പറയുന്നില്ല. കാരണം അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി ഇതൊക്കെയാണ്, ഓക്കെ നമ്മൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എന്ത് പറ്റി സൈലൻ്റ് ആയിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു ഇത്രയും വലിയൊരു ഓർഡറൊക്കെ പ്ലേസ് ചെയ്തു, എനിക്കത് പറ്റുന്നില്ല, ഒരു ദിവസം എൻ്റെ മുന്നിൽ ബാക്കിയുള്ളൂ. ഞാൻ ഇത്രയും നാളും ആത്മാർത്ഥമായിട്ട് ഞാൻ കഷ്ടപ്പെട്ട പണികളൊക്കെ വെറുതെ, നാളെ ഒരു പ്രഭാതമാകുമ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുന്നൊരു ദിവസമാണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ കൃപാസനത്തിലേക്കാണ് പോകുന്നത്. സമയഘടികാരം നെഞ്ചിലേറ്റിയ മാതാവ് അതിനെല്ലാം ഉത്തരം തരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടിയൊക്കെ എടുത്തു. ഞാൻ പുറത്തിറങ്ങി, ഞാൻ വിളിക്കുമ്പോൾ ഇന്നലെ വിളിച്ച ഒരാളെ അല്ല എന്നോട് ഫോണിൽ വർത്തമാനം പറഞ്ഞു, വളരെ ഹാപ്പി ആയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, കഴിഞ്ഞു എല്ലാ പ്രശ്നങ്ങളൊക്കെ എന്തേ? പ്രശ്നങ്ങളെല്ലാം സോൾവായി, അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല. എങ്ങനെ സോൾവായി അറിയില്ല, അതെല്ലാം കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് മാതാവ് അവിടെ അനുഭവം തന്നു എന്നുള്ളതാണ് സത്യം. രണ്ടാമത് റിട്ടയർമെൻറ്റ് പെൻഷനായിട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തപ്പം യാതൊരു തരത്തിലും ഒരു 30 പേരിൽ കൂടുതൽ അപേക്ഷ വരുമ്പോൾ ഒരു വർഷത്തിലാകെ 6 പേര് മാത്രമേ അവിടെ സെലക്ട് ചെയ്യുള്ളൂ. അത് പ്രിയോറിറ്റി വൈസിൽ നമുക്കൊന്നും ഒരു തരത്തിലും മുൻഗണന കിട്ടില്ല എന്നിരിക്കെ വളരെയധികം വിഷമമായിരുന്നു. കാരണം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു പോകാനുള്ള പ്രോസസ്സിങ്ങിലാണ്, മക്കൾ മാറി നിൽക്കണം. അപ്പം ഇപ്പോൾ ഈ അപേക്ഷ കൊടുത്ത് സ്വീകരിച്ചില്ലെങ്കിൽ ഇനി 2 വർഷം ലേറ്റ് ആയിട്ടായിരിക്കും അപേക്ഷ സ്വീകരിച്ച് പ്രോസസ്സിങ് ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഒത്തിരിയേറെ ലേറ്റ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇല്ല, കൂടെ നിർത്തണം, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നേ. അങ്ങനെ എന്നെക്കാളും കൂടുതൽ എന്നെ ഈ ഉടമ്പടിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്, ചേട്ടായുടെ മമ്മി, എൻ്റെ അമ്മായിമ്മ. ആ മമ്മി അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വിളിച്ചു പറ, സാക്ഷ്യം ഇവിടെ വന്നിട്ട് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ചേട്ടാ എന്തായാലും കുഴപ്പമില്ല, ഒരു തരത്തിലും കഴിക്കണം, അപേക്ഷ കൊടുത്തോളൂ, എല്ലാം മാതാവ് നോക്കിക്കോളുന്നു, ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് വളരെയധികം ക്രൈസിസ് വളരെയധികം ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 10 പേരെ സെലക്റ്റായി. അതിൽ നിന്നും 6 പേര് മാത്രം എന്നുള്ളത് ഈ വർഷം മുതൽ അത് 8 പേരെ ഉയർത്തി അതിലൊരു അംഗമാകാൻ എൻ്റെ ചേട്ടായിക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ആണ്. അതുപോലെ തന്നെ ഈ ഉടമ്പടിക്ക് ശേഷം നമ്മൾ വിചാരിക്കും ഉടമ്പടി വെറുതെയാണ്, ഞാനും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു, വലിയൊരു കാര്യമൊന്നും ഇല്ലെന്നൊക്കെ വിചാരിച്ചതെന്ന്. അങ്ങനെയല്ല, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലും നമ്മൾ ഏറ്റവും കൂടുതൽ സഹിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം തരുന്ന ഒന്നാണ്. കാരണം എന്താണ്, നമ്മുടെ ഒരു കൂടെ കാശുരൂപമുണ്ട്. അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെന്താ വിചാരിക്കണതോ ഞാൻ തളർന്നു പോകും, ഒരിക്കലുമില്ല. അപ്പം നമ്മളിപ്പോൾ ഉടമ്പടി എടുത്ത ഒരു വ്യക്തിക്ക് നന്നായിട്ടറിയാം ഒരിക്കലും നമുക്കൊരു തളർച്ച സംഭവിക്കില്ല. നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട് അവിടെ. അപ്പോൾ എന്തുകൊണ്ട്, അതുപോലെ തന്നെ കുറേ അനുഭവങ്ങളുണ്ട്. എനിക്കത് മുഴുവൻ എനിക്കിവിടെ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് രോഗങ്ങളുണ്ടായി, അതുപോലെ എൻ്റെ മമ്മിക്ക് ഓപ്പറേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ കാശുരൂപം ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ നീ എൻ്റെ കൂടെയുണ്ട്, അപ്പം ഇതിലൊന്നും കൈവിടരുത്. അതെല്ലാം വളരെയധികം സക്സസ് ആയി. ഡോക്ടർമാർ വരെ പറഞ്ഞു ഞങ്ങളോട് ഇതെന്തൊരു അത്ഭുതമാണ് സംഭവിക്കുന്നത്. അത്രയേറെ അനുഭവങ്ങളാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നത്. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ദിവസം എൻ്റെ പട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പോയപ്പം പട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് വിറയ്ക്കുമായിരുന്നിരുന്നിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു
ഓർത്തു എന്ത് പറ്റി, പനിയാണോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചോറെടുത്ത് മാറ്റി, ഞാൻ കൊടുത്തില്ല. ഞാൻ വിചാരിച്ചു ചോറ് കുറച്ചും കൂടെ, മഴയല്ലേ, നല്ല മഴ, വയനാട് അതിൻ്റെ കുറച്ചും കൂടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ചോറ് ചൂടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് അതുപോലെ എൻ്റെ മനസ്സിലേക്ക് അങ്ങ് വരികയാണ്. ഞാൻ അവിടെ നിന്ന് മാറി 2 സ്റ്റെപ്പ് മാറുമ്പോഴേക്കും ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല, അതിൻ്റെ മേളിൽ വലിയൊരു ചക്ക ഉണ്ടായിരുന്നു. ആ ചക്ക വന്ന് ഞാൻ ഇരുന്നിടത്ത് വന്ന് വീഴുകയാണ്. അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരുന്ന് ചോറ് കൊടുത്ത് അതിനോട് ഇച്ചിരി വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് വരുന്ന വ്യക്തി അതുപോലെ. അങ്ങനെ ഞാൻ പറയട്ടെ, ചെറുതായ ഇപ്പം 10 മിനിറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നിരവധിയായ ഓരോ ഘട്ടങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ മാതാവ് നമ്മളെ സമീപം, ഇപ്പോൾ അച്ഛൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമ്മളെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ സന്ദേശങ്ങൾ കൊണ്ടും നമ്മളെ മാതാവ് ഒത്തിരിയേറെ അനുഗ്രഹിക്കും. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എത്രത്തോളം എനിക്ക് പറഞ്ഞത് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഞാനിപ്പം ജർമ്മൻ ലാംഗ്വേജ് കഴിഞ്ഞുകൊണ്ട് ഒരു കുറച്ച് നാളത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ നാട്ടിൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, നാട്ടിൽ വർക്കും ചെയ്തിട്ടില്ല, സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, പുറത്താണ് എല്ലാം വർക്ക് ചെയ്തത്. അപ്പോൾ എന്താ ഞാൻ വിചാരിച്ചു, ഒക്കെ വെറുതെ ഇരിക്കില്ല, ഒരു 4-5 മാസമാണെങ്കിൽ നമുക്കൊന്ന് പോയി അറ്റൻഡ് ചെയ്യാൻ വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ കുറേ ആൾക്കാർ ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് പാർട്ടി ബേസിൽ നടക്കുന്ന ഒന്നാണ്, അവിടെ ഓൾറെഡി വേക്കൻസി ഒക്കെ ഫിൽഡാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ നമുക്കറിയാം എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് ഉപേക്ഷിച്ച് വെച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് അവിടെ നിന്ന് കോള് വരികയാണ്, റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിരിക്കുകയാണ്, എനിക്ക് വേക്കൻസി അവിടെ അലൗട്ടായിരിക്കുന്നു, വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പം നമ്മളെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ. അപ്പം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം പോകേണ്ടതുണ്ട്. എന്നാൽ കൂടി എൻ്റെ ഒരു ആഗ്രഹത്തെ മാതാവ് അവിടെ കണ്ടു, എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, നമ്മൾ ഉടമ്പടി വെറും ഒരു എന്താ പറയുക, ഒരു കടമയായിട്ട് മാത്രം ഇതാക്കേണ്ട, കൃത്യമായിട്ട് മാതാവ് നമുക്ക് അനുഭവ വേദ്യമാവുന്ന ഒന്നാണ്. കാരണം ഈ ഉടമ്പടി ഇല്ലെങ്കിൽ ഞാൻ എന്തു വേണ്ടി ഇത്രയും വിശ്വാസങ്ങളിലൂടെ ഒന്നും ഞാൻ വളരില്ല. കാരണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉടമ്പടി എന്നൊരാളുണ്ട്. അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ എനിക്കൊരു ധൈര്യം വരുന്നു. അതുപോലെ തന്നെ പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ഒരു അല്ലെങ്കിൽ തെറ്റെൻ്റെ മുന്നിലേക്ക്, ഇപ്പോൾ ഞാനൊരു കാര്യം തെറ്റായിട്ട് ഞാൻ ചിന്തിക്കാൻ പോലെ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ ഉടമ്പടിയിലാണ് എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വിശ്വാസം നമ്മളെ വളരാൻ, നമ്മൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കണം. ആ വിശ്വാസത്തിൽ വളരുന്നതുകൂടി നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഒത്തിരിയേറെ മാതാവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കാൻ നമ്മൾ സഹായിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു ഘടകം. പിന്നെ വേറെന്ന് പറഞ്ഞാൽ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ അതിനുശേഷം, ഇപ്പം നമുക്കെപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഈ ഉടമ്പടി എന്നൊരു ഇതുള്ളതുകൊണ്ട് നമ്മുടെ മുന്നിൽ എന്ത് കണ്ടാലും ഒരു കൈസഹായം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു സഹായം വേണോ, നമുക്കില്ല. എന്നാൽ കൂടി നമ്മൾ ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ചെല്ലാനും നമ്മളെ സഹായിക്കുന്നുള്ളതാണ് വേറൊരു സത്യം. അത് പിന്നെ എന്ന് പറഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ പത്രം ഞാൻ എങ്ങനെ കൊടുക്കും എന്നുള്ളൊരു വലിയ എൻ്റെ ഒരു ചോദ്യം. ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോഴും എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ എവിടെ കൊണ്ടേ കൊടുക്കും, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? പക്ഷേ ഇതൊക്കെ വെറുതെയാണ്. ഞാൻ അതുകൊണ്ട് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് ചെല്ലേണ്ട താമസം. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, ഇതുകൊണ്ട് പോയിട്ട് ഇത്രയും പത്രം, ഇപ്പോൾ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇത്രയും പത്രങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇത്രയും പത്രം നീ എങ്ങനെ കൊടുത്തു തീർക്കുന്നത്? അപ്പോൾ ഞാനും ചിന്തിക്കും, പക്ഷെ അങ്ങനെയല്ല. നമ്മളവിടെ ചെന്ന് നമ്മുടെ അനുഭവങ്ങളെ, നമ്മുടെ സാക്ഷ്യങ്ങളെ, നമ്മളിവിടുത്തെ മഹാ അത്ഭുതങ്ങളെ പറയുമ്പോഴേക്കും ഒന്നുമില്ല, അവർ 2 കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. അവിടെ നിന്ന് ഞാൻ കണ്ണുനീരോടെ ഇറങ്ങി വരുന്നത്, എന്താ എൻ്റെ കയ്യിൽ പത്രം തികയുന്നില്ല എന്നുള്ള സത്യം. അപ്പോൾ അത്രത്തോളം അത്ഭുതങ്ങളാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഏറ്റവും നന്നായിട്ട് ഞങ്ങളുടെ മക്കൾക്കാണെങ്കിലും എൻ്റെ അലർജി, എൻ്റെ കാലിൽ നിരന്തരമായിട്ട് ചൊറിച്ചിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ തൈലം പുരട്ടി ഞാൻ വെക്കും. അപ്പോൾ അതെല്ലാം കുറഞ്ഞു. എൻ്റെ മക്കൾക്ക് ഒരു അസുഖങ്ങൾ വരുമ്പോൾ ഞാൻ ഉപ്പ് കൊടുക്കാറുണ്ട്, അതെല്ലാം ക്ഷീണം മാറാറുണ്ട്. എൻ്റെ അയലോക്കത്തെ അവർക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ പറയുന്നത്, എന്നോട് വന്നിട്ട് പറയും, എൻ്റെ പശുവിന് തീരെ വയ്യായിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു, നീ തന്ന ഉപ്പ് ഞാൻ ഇട്ട് കുറച്ച് കൊടുത്തു, എന്തൊരു മാറ്റമാണ്. അപ്പം ഇപ്പം ഞാൻ എന്നേക്കാളും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പറയട്ടെ, ഒരു 5:30 എഴുന്നേക്കേണ്ട പ്രാർത്ഥനയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് മക്കളൊക്കെ ഉറങ്ങി രാവിലെ എഴുന്നേക്കാൻ കുറച്ച് വൈകും. അപ്പോൾ 5:30 എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതും. പക്ഷേ അതിക്ക് മുമ്പ് നമുക്ക് കണ്ണ് തുറക്കില്ല. പക്ഷേ മമ്മി കണ്ണ് തുറക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ 4:30, 4:45 അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യും. അപ്പം നമ്മൾ തെറ്റായിട്ട് പോലും ആദ്യം നമ്മളങ്ങനെ ചിന്തിക്കും. പക്ഷേ വീണ്ടും എന്താ ചിന്തിക്കുന്നത്, നമ്മൾ ഉടമ്പടിയിലാണ്, മാതാവിന് വേണ്ടി നമ്മുടെ അവകാശമാണ് പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു അമ്മായിമ്മ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സംരക്ഷണ വലയമാണ്. മാതാവ് അനുകൂലമായ സാഹചര്യങ്ങൾ തന്ന് മാതാവ് നമ്മൾ ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് തിരുക്കുമാരന് 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ. സെബാസ്റ്റ്യൻ, ഇത് എൻ്റെ അമ്മച്ചിയാണ്, ത്രേസ്യാമ്മ വർഗീസ്. ഞങ്ങൾ അർത്തുങ്കൽ ബസിലിക്ക ഇടവാംഗാംഗങ്ങളാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 20/4/2021 ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം, എൻ്റെ അമ്മച്ചി കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഒന്ന് വീണതിൻ്റെ ഫലമായിട്ട് നട്ടെല്ല് പൊട്ടുകയുണ്ടായി. ഞങ്ങൾ 10-75 ദിവസം 2-3 ആശുപത്രിയിലായി അഡ്മിറ്റായിരുന്നു. അപ്പോൾ അവസാനം വണ്ടാനത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോൾ ഡോക്ടർ പറഞ്ഞു,
അമ്മച്ചി ഫുൾ ബെഡിലായി പോയായിരുന്നു. മലവും മൂത്രവും എല്ലാം ബെഡിലായിരുന്നു. ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് 10-40 ദിവസം ഞങ്ങൾ വണ്ടാനത്ത് ഓപ്പറേഷനായിട്ട് കിടന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അമ്മച്ചി എണീറ്റ് നടക്കാൻ സാധ്യതയില്ല, തളർന്നു പോകാൻ മാത്രമാണ് സാധ്യത എന്നാണ് പറഞ്ഞത്. അതുകൂടാതെ MRI സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ സ്കാനിൻ്റെ റിപ്പോർട്ടിൽ അത് ക്യാൻസർ ആകാൻ നല്ല സാധ്യതയുണ്ടെന്ന് കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചു പോയി. ഞങ്ങൾ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മച്ചി തളർന്നും പോകരുത്, എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസർ ഉണ്ടാകുകയും ചെയ്യരുതെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം അമ്മച്ചിയുടെ നടുവിൽ ഞാൻ തൂത്തു കൊടുക്കുമായിരുന്നു. അമ്മച്ചി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പുസ്തകം അരയിൽ ബെൽറ്റ് ഉണ്ടായിരുന്നു, ബെൽറ്റ് വെച്ച് കെട്ടും, പ്രാർത്ഥിക്കാൻ നേരം എടുക്കും, വീണ്ടും അത് അരയിൽ ബെൽറ്റിൽ കെട്ടി ധരിച്ചാണ് അമ്മച്ചി കട്ടിലേക്ക് കിടന്നിരുന്നത്. അതിൻ്റെ ഫലമായി അച്ഛൻ്റെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഫോണിൽ ഞാൻ അമ്മച്ചിക്ക് വെച്ച് കൊടുക്കുമായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായി പ്രാർത്ഥനയുടെയും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെയും ഫലമായി അമ്മച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മച്ചി നടക്കുകയും ഡോക്ടർ അപ്പം തന്നെ പുറത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മൾ പേടിച്ചതുപോലെ ഒരു കുഴപ്പവുമില്ല, അമ്മച്ചിക്ക് ക്യാൻസറിൻ്റേതായ ഒരു കുഴപ്പങ്ങളുമില്ലെന്ന് പറഞ്ഞു. ഞങ്ങളെ അതിൽ നിന്നും അമ്മ കരകയറ്റി. അതിനമ്മയ്ക്ക് നന്ദി പറയുന്നു. വീണ്ടും അമ്മച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കൃത്യം 3 മാസമായപ്പോൾ എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റിൽ CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ 5ാമത്തെ വാരിയെല്ലിന് പൊട്ടലുണ്ട്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നില്ലെന്നും പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന ആരോ പറയുന്നത് പോലെ. അപ്പം ഞാൻ ആ ലിഫ്റ്റിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്ത ആരെങ്കിലും എന്നോട് പറയണം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ, എന്നാൽ മാത്രമേ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയുള്ളൂ മാതാവേ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ലിഫ്റ്റിൽ ഒരു 10-12 പേരിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി ലിഫ്റ്റിൽ നിന്ന് എന്നെ വഴക്കിട്ടു, ഡോക്ടർ പറഞ്ഞ കേൾക്കാതെ നീ പോകുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ 10-12 പേരിൽ ആരും മിണ്ടിയില്ല. ഒരു സ്ത്രീ മാത്രം അമ്മച്ചിയോട് കാര്യം ചോദിച്ചു, എന്താണ്? അപ്പോൾ അമ്മച്ചി കാര്യം പറഞ്ഞു, ഇങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അവൾ അഡ്മിറ്റ് ആകുന്നില്ല. അപ്പോൾ അവർ വളരെ അധികാരമുള്ള ഒരു സ്വരത്തിൽ എന്നെ അവർ വഴക്കിട്ടു, നീ ഇവിടെ ഡോക്ടർ പറയാതെ കേൾക്കാതെ വീട്ടിൽ പോയിട്ട് നിനക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ വന്നാൽ നിന്നെ അവർ സ്വീകരിക്കുമോ, അതുകൊണ്ട് വേഗം പോയി ബുക്ക് എടുത്ത് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പുറത്ത് വന്ന് കസേരയിൽ ഇരുന്നപ്പോൾ ആ സ്ത്രീ വീണ്ടും എൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്തു. ഞാൻ ആ ചേച്ചിയെ വിളിച്ചു, ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വന്നേ, ചേച്ചി ഉടമ്പടി എടുത്തതാണെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി വേഗം സാരിയുടെ ഇടക്കുന്ന് ഇങ്ങനെ മാല ഉയർത്തി കാണിച്ചിട്ട് നമ്മുടെ ഉടമ്പടി കാശ് രൂപത്തിൻ്റെ ലോക്കറ്റ് ആ ചേച്ചിയുടെ കഴുത്തിൽ കിടപ്പുണ്ടായിരുന്നു. എൻ്റെ മാളെ, എൻ്റെ മാതാവാണ് എനിക്കല്ല, ഞാൻ ഉടമ്പടി എടുത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് അമ്മ എനിക്ക് മനസ്സിലാക്കി തന്നതാണെന്ന്. അങ്ങനെ ആശുപത്രിയിൽ കിടന്നു. ആദ്യത്തെ ദിവസം 2ാമത്തെ ദിവസമൊന്നും എനിക്ക് കുഴപ്പമില്ല. 3ാമത്തെ ദിവസം ആയപ്പോൾ എനിക്ക് തീരെ വയ്യാതായി എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ഗ്യാസ് എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ പോകുന്നു, ഭയങ്കര പുക നിറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അന്നത്തെ ദിവസം ഞാൻ ഫുള്ള് ഉറങ്ങിയില്ല ഒട്ടും. അത് തന്നെയല്ല, രാവിലെ മുതലേ എനിക്ക് മൂത്രം പോകുന്നില്ല, ഭക്ഷണം കീഴ്പോട്ട് ഇറക്കാൻ പറ്റുന്നില്ല. ഈ 5ാമത്തെ വാരിയൽ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്നതായതുകൊണ്ട് ശ്വാസകോശത്തിന് ചെറിയൊരു ചുരുക്കമുണ്ടായിരുന്നു. അതിൻ്റെ എന്തോ അസ്വസ്ഥതയുടെ ഭാഗമായിട്ടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാതെ എന്താണെന്ന്. എനിക്ക് ഭക്ഷണം കീഴ്പോട്ടിറങ്ങുന്നില്ല, ഭക്ഷണം ഈ ഭാഗത്ത് വന്നിങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ്. ഒരു 2 സ്പൂൺ കഞ്ഞി മാത്രമാണ് ഞാൻ കുടിക്കുന്നത്. ആ കഞ്ഞി കുടിച്ചാൽ തന്നെ തൊണ്ടയുടെ ഇവിടെ വന്നിരുന്നിട്ട് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ തൊണ്ടക്കിട്ടെങ്ങാനും ഒന്ന് കൊള്ളുകയാണെങ്കിൽ ഉടനെ ഈ ഭക്ഷണം അനക്കം തട്ടുമ്പോൾ കക്കി പുറത്തോട്ട് പോരുമായിരുന്നു. അപ്പോൾ ഭക്ഷണവും ഒന്നും കീഴ്പോട്ടും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മൂത്രം പോകുന്നില്ല. അങ്ങനെ അന്ന് വൈകുന്നേരം കൊച്ചു ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്കിങ്ങനെ ഭക്ഷണം കീഴ്പോട്ടിറങ്ങുന്നില്ല, എനിക്ക് മൂത്രവും പോകുന്നില്ല. അപ്പോൾ പറഞ്ഞ് നമുക്ക് നോക്കാം, നാളെ മെയിൻ ഡോക്ടർ വരുമ്പോൾ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല, എനിക്ക് വേദന കൊണ്ട് ഒരു തരത്തിലും കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു. സിസ്റ്റർ വന്ന് 3-4 ഇഞ്ചക്ഷൻ തന്നു, ട്രിപ്പ് ഇട്ടു, എന്നിട്ടും ഒരു കുറവില്ല. വെളുപ്പിന് 4 മണിയായപ്പോൾ ഞാൻ ഓർത്തു, ഇന്നലെ രാവിലെ ഞാൻ മൂത്രമൊഴിച്ചതല്ലേ, ഒന്ന് മൂത്രമൊഴിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ടോയ്ലറ്റിൽ പോയി. ഒത്തിരി പ്രഷർ കൊടുത്തിട്ടും മൂത്രം വരുന്നില്ല. ഒരു 1-2 തുള്ളി, അതും നല്ല കടും മഞ്ഞയും ചുവപ്പും കലർന്ന കളറിൽ 1-2 തുള്ളി മൂത്രം വന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്നിട്ട് എനിക്ക് കിടന്നപ്പോൾ തൊട്ട് എൻ്റെ കാലിൻ്റെ വെള്ള തൊട്ട് തണുത്ത് മരവിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന്. ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് കൃപാസനം ഹീലിംഗ് പ്രെയർ എന്ന് ഫോണിൽ അടിച്ചു കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ജോസഫ് അച്ഛൻ്റെ ഒരു പ്രാർത്ഥന വന്നു. ആ പ്രാർത്ഥനയിൽ ആദ്യം അച്ഛൻ കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് മൂത്രം പോകുന്നില്ലായിരുന്നെന്ന്.
അങ്ങനെ അതുകൂടി അടുത്ത പ്രാർത്ഥന അച്ഛൻ ശ്വാസകോശ രോഗികൾക്ക് വേണ്ടിയിട്ടാണ് അതിൽ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ശ്വാസത്തിൻ്റെ എന്തോ പ്രശ്നം ഇവിടെ തടസ്സമുള്ളത് കൊണ്ടാണ് ഭക്ഷണം കീഴ്പോട്ട് ഇറങ്ങാത്തതെന്ന്. അങ്ങനെ ഈ 2 പ്രാർത്ഥനയും കരഞ്ഞുകൊണ്ട് ഞാൻ കൂടി, നാളെ എന്നെ വേറെ എങ്ങോട്ടും ആശുപത്രിയിലോട്ട് മാറ്റാനിടയാക്കരുത്, എനിക്ക് എന്തു തന്നെയാണേലും അമ്മ മാതാവ് എനിക്കിത് മാറ്റിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ കിടന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നി. ഞാൻ ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്തപ്പോൾ നമ്മളുടെ നോർമൽ കളറിൽ, അതെങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കിപ്പോഴും അറിയില്ല, നോർമൽ കളറിൽ എൻ്റെ മൂത്രം പെട്ടെന്ന് പോയി. കാര്യം 24 മണിക്കൂർ ഏകദേശം അപ്പോൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ യാതൊരു തരത്തിലും ആ നോർമൽ കളറിൽ മൂത്രം പോകാൻ ഒരു സാധ്യതയുമില്ല, നമുക്കെല്ലാവർക്കും മനസ്സിലാകും. അത് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കണമെന്ന് തോന്നി. പിന്നെ വെള്ളം കുടിച്ചപ്പോഴാണ് മനസ്സിലായത്, കാല് വയറാകുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ, വെള്ളം ഇങ്ങനെ കീഴ്പോട്ട് ഇറങ്ങി വയറിൻ്റെ ഈ ഭാഗത്തൂടെ ഇറങ്ങി ഇങ്ങനെ പോകുന്നത്. എനിക്ക് എന്തോ ഒരു തടസ്സമുണ്ടായിരുന്നു. അത് ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ ആശുപത്രിയിൽ വെച്ച് അതെനിക്ക് ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ മാറ്റിത്തന്നു. അതിനമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പിന്നെ ഈ ആശുപത്രിയിൽ കിടക്കേണ്ട കാര്യമുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി പോരാൻ ഞാൻ ഡോക്ടറിനോട് ഒത്തിരി നിർബന്ധിച്ചു. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, താൻ ഇവിടെ കിടക്കുന്നത് പോലെ അനങ്ങാതെ വീട്ടിൽ ചെന്ന് കിടന്നില്ല എന്നുണ്ടെങ്കിൽ വാരിയെല്ല് പൊട്ടിയതുകൊണ്ട് അത് ശ്വാസകോശത്തിൽ കുത്തിക്കയറാനും 5 മിനിറ്റ് കൊണ്ട് ലങ്സിൽ വെള്ളം കെട്ടിയിട്ട് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് മാതാവിനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത്. അത് കഴിഞ്ഞ് വീണ്ടും 1.5 ആഴ്ച വീട്ടിൽ റെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ വാരിയൽ പൊട്ടിയതിൻ്റെ വേദനയെല്ലാം നല്ല വേദനയായിരുന്നു. ആ വേദനയെല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള സഹനമായിട്ടാണ് ഞാൻ മാതാവിനെ കാഴ്ചവെച്ചത്. അങ്ങനെ അതിനെ തുടർന്ന് ജോസഫ് അച്ഛൻ്റെ വന്ന് കൈവെപ്പ് പ്രാർത്ഥന ഞാൻ കൂടി. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ശ്വാസകോശം റെഡിയാകുന്നതിന് വേണ്ടി റെസ്പൈറോമീറ്റർ എന്ന് പറഞ്ഞൊരു ഉപകരണം എനിക്ക് തന്നിരുന്നു. അത് ഊതി അതിൽ 3 ബോളുണ്ട്, ആർക്കെങ്കിലും അറിയാൻ പറ്റും. ആ 3 ബോളും നമ്മൾ ഉയർത്തണമായിരുന്നു, നമ്മളുടെ ശക്തി കൊണ്ട് ഊതി ഉയർത്തണമായിരുന്നു. പക്ഷേ ഞാൻ എത്ര ഊതിയിട്ടും 1 ബോൾ പൊങ്ങുന്നുണ്ട്, 2ാമത്തെ ബോളിൻ്റെ പകുതി വരെ, ബാക്കി 2ാമത്തെ ബോൾ പോലും ഫുള്ള് പൊങ്ങുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്നെ കളിയാക്കി ചോദിക്കുമായിരിക്കും, തനിക്ക് ശ്വാസകോശം ഇല്ലേടോ? ഞാൻ പറഞ്ഞു, ഡോക്ടറെ ശ്വാസകോശം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. പക്ഷേ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ആ സ്പൈറോമീറ്റർ ഊതിയപ്പോൾ അത്ഭുതകരമായി 3 ബോളും പൊങ്ങി. അപ്പോൾ എൻ്റെ ഇത് സൗഖ്യപ്പെട്ടുവെന്നാണ് അതിൻ്റെ അടയാളം. അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. വീണ്ടും അടുത്തത് 2017 ഞാനിവിടെ ഒരു മരിയൻ കൃപാഭിഷേക ധ്യാനം നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാനത് കൂടിയ സമയത്ത് എനിക്കൊരു പ്രാർത്ഥന കിട്ടി. ഞാനിപ്പോൾ പറയുന്ന സമയം പോലും എടുക്കുന്നില്ല ആ പ്രാർത്ഥന എനിക്ക് കിട്ടിയത്. ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: പരിശുദ്ധാത്മാവ് തന്നെയായ പരിശുദ്ധ മറിയമ്മേ, അമ്മയുടെ ഉദരത്തിൽ എന്നെ ഒരു ഭ്രൂണമായി സ്വീകരിക്കണമേ. പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ എന്നെ ഈശോയുടെ മടിയിൽ പ്രസവിക്കണമേ. ആ പ്രാർത്ഥന കേട്ട് പെട്ടെന്ന് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ആ പ്രാർത്ഥന 2-3 പ്രാവശ്യം അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാർത്ഥിച്ചു. 2017 എനിക്ക് ഈ പ്രാർത്ഥന കിട്ടിയത്. പിന്നെ പതിയെ ഞാൻ ആ പ്രാർത്ഥന മറന്നുപോയി. ഈ ആക്സിഡൻറ്റിൻ്റെ സമയത്ത് എനിക്ക് നടക്കാൻ അനുവാദമില്ല, ഞാൻ കിടന്നുകൊണ്ട് ആരാധന കൂടുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് 2025 ജനുവരിയിൽ, 2017 കിട്ടിയ മെസ്സേജാണ്, 2025 ജനുവരിയിൽ ആരാധന കൂടുന്ന സമയത്ത് പെട്ടെന്ന് ഈ പ്രാർത്ഥന എൻ്റെ മനസ്സിലോട്ട് വന്നിട്ട് പെട്ടെന്ന് പറയുകയാണ്, അത് തന്നെയാണ് ഉടമ്പടി, മാതാവിൻ്റെ മടിയിൽ പ്രസവിക്കുന്നത് നിൻ്റെ മരണമാണെന്നും. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പോൾ 5 വർഷമാകുന്നു ഞാൻ ഉടമ്പടിയിലായിട്ട്. മാതാവിൻ്റെ സമയമായപ്പോൾ എന്നോട് പറഞ്ഞു തന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം. അങ്ങനെ ഇവിടെ ഉടമ്പടിയിൽ ഞാൻ ഈ പ്രാവശ്യത്തെ നിയോഗമായി അതെഴുതി എൻ്റെ പേരെഴുതിയിട്ട് എന്നെ അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായി സ്വീകരിക്കണമേ, പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഈശോയുടെ മടിയിൽ പ്രസവിക്കണമേ. അതിനുശേഷമാണ് ഇവിടെ വന്നിരുന്ന് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ മാതാവ് അവസരം നൽകിയത്. അതിപ്രകാരമാണ്, അതായത് നമ്മൾ ഓരോരുത്തരും ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് നമ്മളെ ഓരോരുത്തരെയും അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായി സ്വീകരിക്കുകയാണ്. ഒരു അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നത് പോലെ
നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായി സ്വീകരിച്ചുകൊണ്ട് രൂപപ്പെടുത്തി ഉടമ്പടിയിലൂടെ വളർത്തി ക്രിസ്തുവിൻ്റെ മടിയിൽ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണശേഷം നമ്മുടെ ആത്മാവിനെ ക്രിസ്തുവിൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി എന്നാണ് അമ്മ എനിക്ക് 8 വർഷങ്ങൾക്ക് ശേഷം അമ്മ അത് മനസ്സിലാക്കി തന്നത്. ഇത്രയും വലിയ കാര്യം ചെയ്ത അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. വീണ്ടും അടുത്തതായി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സ്പോൺസറുണ്ട്. അവർ UK വിദേശികളാണ്. അവരെൻ്റെ അച്ഛനും അമ്മയാണ്. ഞങ്ങൾ അതുപോലെ തന്നെയാണ് അവരെ സ്നേഹിക്കുന്നത്. അവർ ഡിസംബർ 14 കേരളത്തിൽ വന്നു. ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം ഞാൻ അവരുമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നു. മാതാവിനെ കാണിച്ചു കൊടുത്തു. മാതാവിൻ്റെ അത്ഭുതങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവർ വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ഡിസംബർ 8 ഞങ്ങളുടെ ഭവനത്തിൽ വന്നപ്പോൾ ഒരു മോതിരം, അതായത് ഇന്ദ്രനീല കല്ല് പതിപ്പിച്ച ഒരു മോതിരം അവർ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ട് പറഞ്ഞു, നമ്മളെ തമ്മിൽ ദൈവമാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം സത്യമാണോ എന്നറിയാൻ ഞാൻ കുറേ നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സത്യമാണെന്ന് കൃപാസനത്തിൽ വന്നപ്പോൾ ദൈവം കൊടുത്ത ബോധ്യത്തിൻ്റെ പുറത്താണ് അവർ ഈ മോതിരം തന്നിട്ട് പറഞ്ഞത്, ഞങ്ങളിനി വരികയില്ല, അതുകൊണ്ട് നീ ഇതിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മോതിരം തന്നത്. അപ്പോൾ നമ്മുടെ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഇന്ദ്രനീലക്കല്ല്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അമ്മ എൻ്റെ ഉടമ്പടി അമ്മ അംഗീകരിച്ചത് കൊണ്ടാണ് എനിക്കിത് ഗിഫ്റ്റായിട്ട് തന്നതെന്ന്. അത് കഴിഞ്ഞ് ജോസഫ് അച്ഛൻ തുടർന്നുള്ള 2-3 പ്രാവശ്യത്തെ ആരാധന കൂടിക്കഴിഞ്ഞപ്പോൾ ഒരു ആരാധനയിൽ ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി, അടുത്ത ഉടമ്പടിയുടെ പേപ്പറിൻ്റെ കളറ് ഇന്ദ്രനീല കളറാണെന്ന്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. മാതാവിൻ്റെ ഉടമ്പടി സ്വീകരിച്ചു, അതുകൊണ്ടാണ് മാതാവിനിക്ക് മോതിരം തന്നതെന്ന്. അതിന് അമ്മയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, വൃദ്ധസദനത്തിൽ രോഗികളെ കുളിപ്പിക്കാൻ ഞാൻ പോകാറുണ്ട്. പിന്നെ കൃപാസനം പത്രം എല്ലായിടത്തും വിതരണം ചെയ്യുന്നു. ആരെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഉപേക്ഷിച്ച് വെച്ചേക്കുന്ന പത്രങ്ങളാണെങ്കിലും എല്ലാം ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരമായി എൻ്റെ മനസ്സിൽ തോന്നിച്ചത്, ദൈവവചനം എഴുതി ഓരോ പത്രത്തിൻ്റെ കൂടെയും പ്രിൻറ്റ് ചെയ്ത്, അതായത് ഞാൻ പച്ച കളറിലുള്ള പേപ്പർ വാങ്ങി ഒരു പേപ്പർ എടുത്ത് കയ്യിൽ പിടിച്ച് അത് കിട്ടുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും, വിശ്വാസപ്രമാണം ചൊല്ലും, ബൈബിൾ തുറന്ന് ഒരു വചനമെടുത്ത് അത് കൃപാസനത്തിലെ മറ്റ് സാക്ഷ്യങ്ങളൊന്നും മറഞ്ഞു പോകാത്ത രീതിയിൽ ഞാനതിലൊട്ടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യും. പിന്നെ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഞാൻ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കാറുണ്ട്. ആശുപത്രിയിൽ പോയി രോഗികളെ കാണുകയും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിന് നന്ദി പറയുന്നു. എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടിയിൽ തുടരുവാനുള്ള കൃപ മാത്രം അമ്മ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ആവേ മരിയ. വിശുദ്ധ മത്തായി എഴുതിയ പേര് നീനു എലിസബത്ത് ബാബു. എൻ്റെ സ്ഥലം തിരുവല്ലയാണ്. ഞാൻ ജോലി ചെയ്യുന്നത് മാഞ്ചസ്റ്റർ UK കൃപാസന അമ്മ വഴി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളും അനുബന്ധ അനുഗ്രഹങ്ങളെയും കുറിച്ച് പറയുവാനായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ വിശുദ്ധ സ്ഥലത്ത് നിൽപ്പാൻ എന്നെ അനുഗ്രഹിച്ച സ്വർഗത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് മെയ് 20 2025 മെയ് 20 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ കാലിന്, എൻ്റെ ലെഫ്റ്റ് കാലിന് UK ഒരു എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരികയും അവിടുന്ന് ഒരു ആൻറ്റിബയോട്ടിക് എടുത്തത് മൂലം എൻ്റെ കാലിന് ഒരു ബ്ലിസ്റ്റർ ഫോം ആവുകയും അവരത് കീറുകയും ചെയ്തു. കീറിക്കഴിഞ്ഞ് കുറച്ച് 1-2 മാസത്തിനുള്ളിനകത്ത് ഒരു ഇൻഫെക്ഷൻ, ഒരു ഫ്ലെഷ് ഈറ്റിംഗ് ബാക്ടീരിയ ഗ്രോത്ത് ആവുകയും അത് മേളിലേക്ക് കയറി വരികയും എൻ്റെ ലെഫ്റ്റ് കാല് മുട്ടിന് വെച്ച് മുറിക്കണമെന്ന് പറയുകയും ചെയ്തു. അവിടെ ആ 3 അങ്ങനെ ഞാൻ ഏപ്രിൽ മാസം മുതൽ ഞാൻ സിക്ക് ലീവിലായിരുന്നു. അതങ്ങനെ പെട്ടെന്ന് ഞാൻ ജൂലൈയിൽ ഞാൻ നാട്ടിലേക്ക് വരികയുമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് വേണ്ട, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുവാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ ടോട്ടൽ 5 സർജറി എൻ്റെ കാലിന് കഴിഞ്ഞു. എന്നിട്ടും പക്ഷെ മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പം
ഞാൻ ചെറുപ്പകാലം മുതൽ തന്നെ ഞാൻ കർത്താവുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. കർത്താവ് എന്നോട് സംസാരിക്കാറുണ്ട്, ദർശനങ്ങളെ കാണാറുണ്ട്, സ്വപ്നങ്ങളെ കാണാറുണ്ട്. അപ്പം എനിക്ക് ഒരു തോന്നൽ വന്നു, ഞാൻ സൺഡേ സ്കൂളിൽ പോയിട്ടും അങ്ങനെ ദൈവവുമായിട്ട് ഒത്തിരി അടുത്ത് ജീവിച്ചിട്ടും എനിക്കിങ്ങനെ ഒരു കഷ്ടത എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഭയങ്കര ഒരു ചോദ്യമായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ വരികയുണ്ടായി. കാരണം എനിക്ക് അത്രയും കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ഞാൻ കട്ടിലിൽ തന്നെയായിരുന്നു. എനിക്ക് കട്ടിലിൽ നിന്ന് ഒന്ന് അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ വലിയ മെഷീനൊക്കെ കണക്ട് ചെയ്ത് ഞാൻ കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അമ്മയാണ് എന്നോട് പറയുന്നത്, നിൻ്റെ വേ ഓഫ് പ്രെയർ ഒന്ന് മാറ്റി നോക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ അമൃതയിൽ അഡ്മിറ്റായി കിടന്നപ്പോഴാണ് കൃപാസന അമ്മയെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത്. എൻ്റെ ഓപ്പോസിറ്റ് ബെഡിൽ ഒരു ആൻറ്റിയാണ് എന്നോട് പറയുന്നത്. അങ്ങനെ ഞാൻ ആ ആൻറ്റി എനിക്ക് ഉപ്പ്, എൻ്റെ കഞ്ഞിക്കകത്ത് എനിക്ക് ഉപ്പിട്ട് തരികയൊക്കെ ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ച് ഈ ജൂലൈ മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലിൽ അത് ഇൻഫെക്ഷൻ ആവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ഭയങ്കര എൻ്റെ ജോലിക്കും പ്രശ്നമായി, ടെർമിനേഷൻ എന്നുള്ള അവസ്ഥയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ജൂൺ 16-ാം തീയതി ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഒരു അത്ഭുതം തന്നേ പറ്റുള്ളൂ. കാരണം ഞാൻ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, നോഹയുടെ പെട്ടകം അരരാത് പർവ്വതത്തിൽ ഉറച്ചത് 7-ാം മാസം ആണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജൂൺ മാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട്, അമ്മ എനിക്ക് നെക്സ്റ്റ് മാസം എനിക്കൊരു അനുഗ്രഹം തന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും, പ്രതീക്ഷീകരണ പ്രാർത്ഥനയിലെല്ലാം എപ്പോഴും ഞാനിങ്ങനെ തൈലം പുരട്ടി, കാലിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഫുഡ് കഴിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കഴിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഡെയിലി ഡ്രസ്സിങ് ആണ് ചെയ്യുന്നത്. എൻ്റെ അമ്മയാണ് എനിക്ക് ഡ്രസ്സിങ് ചെയ്തു തന്നുകൊണ്ടിരുന്ന കാലിന്. അങ്ങനെ ജൂലൈ മാസം 17-ാം തീയതി ഡ്രസ്സിങ് ചെയ്യാനായിട്ട് ഡ്രസ്സിങ് ഓപ്പൺ ചെയ്തപ്പോൾ അങ്ങനെ ആ വൂണ്ട്, അത് വലിയൊരു കുഴിയായിരുന്നു ചെറിയ വിരലിൻ്റെ താഴെയായിട്ടത്. കാരണം എനിക്ക് എൻ്റെ കാലിൻ്റെ അടിയിൽ എനിക്ക് ഫ്ലഷ് ഇല്ല, മാംസമില്ല, അത് ഫുള്ള് അത് സ്കൂപ്പ് ചെയ്ത് എടുത്ത് കളഞ്ഞതാണ്. പിന്നെ എൻ്റെ ഈ കാലിൽ നിന്ന് ഇവിടെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്തതാണ്, ഇവിടുന്ന് തൊല്ലിയെടുത്ത് കാലിൻ്റെ അടിയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അന്നേരം അങ്ങനെ എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മുറിവ് കംപ്ലീറ്റ് ആയിട്ട് ആ കുഴി അവിടെ കാണുന്നുണ്ടായിരുന്നില്ല ജൂലൈ 17-ാം തീയതി. അപ്പം അമ്മേനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയതിന് ശേഷം അമ്മ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അത്രയ്ക്കും വലിയ വലിയ കാര്യങ്ങളാണ്. കാരണം മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞു. കാരണം അവർ ശരിയാകും എന്ന് പറയുന്നതല്ലാതെ അതങ്ങോട്ട് എനിക്ക് ഒന്നും, കാരണം പുതിയ മുറിവ് ഉണ്ടാകുന്നു, എല്ലിലേക്ക് ബാധിക്കുന്നു. അവസാനം ഡോക്ടർ പറഞ്ഞു ചെറിയ വിരൽ മുറിച്ച് കളയണം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അമ്മയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ തന്നെ ഞാൻ അമ്മയുടെ ഇവിടുത്തെ സാക്ഷ്യം കേൾക്കുകയും പിന്നീട് അച്ഛൻ്റെ ടോക്കുകളൊക്കെ ദിവസവും എൻ്റെ ദിവസം തുടങ്ങുന്നത് തന്നെ ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ അമ്മയുമായിട്ട് ഒത്തിരി കൂടുതൽ അടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ ഒരു മുറിവ്, നോൺ ഹീലിംഗ് അൾസർ എനിക്ക് അമ്മയുടെ കൃപയാൽ എനിക്കത് ഉണക്കി തന്നു. 2, ഞാൻ എൻ്റെ 5 സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓറൽ ആൻറ്റിബയോട്ടിക് എടുത്തപ്പോൾ എൻ്റെ ഹാർട്ട് റേറ്റ് കൂടുകയും അത് 2-3 പ്രാവശ്യം എനിക്കത് ഭയങ്കര പുഷ്പരിയിലൊക്കെ ഞാൻ അഡ്മിറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ എൻ്റെ ഹാർട്ട് റേറ്റ് 200, 250 ഒക്കെ ആവുകയും ഭയങ്കര വെപ്രാളപ്പെടുന്നൊരവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടാകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം അത് മുതൽ ഞാൻ ഈ കാശുരൂപ എപ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ അമ്മേനെ ഞാൻ ഉടമ്പടി എടുക്കുവാൻ വേണ്ടിയിട്ട് മാർച്ച് 12-ാം തീയതി വരികയും അപ്പോൾ അമ്മയുടെ കാശുരൂപം എനിക്ക് തരികയും ഉണ്ടായി. അപ്പോൾ എപ്പോഴും ഞാൻ കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിൽ വെക്കാറുണ്ട്. അപ്പോൾ അന്നേരം എപ്പോഴും ഒരു ദിവസം കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് മാറിപ്പോയ സമയത്ത് ഞാൻ ടേബിളിൽ ഊരി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ സഡൻ BP ലോ ആകും. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിൽ ഞാൻ ഇങ്ങനെ കിടന്ന് എന്തോ ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഹാർട്ട് റേറ്റ് കൂടുകയും ഭയങ്കരമായിട്ട് വെപ്രാളം വരികയും ചെയ്തു. അപ്പം ഞാൻ അമ്മയോട് പെട്ടെന്ന് പറഞ്ഞു, അമ്മ കാശുരൂപം എടുത്ത് തരാൻ പറഞ്ഞു. കാശുരൂപം തിരിച്ച് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചപ്പം എനിക്ക് അടുത്ത വാക്ക് എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റൻ്റ്ലി എന്നുള്ള വാക്ക് എനിക്ക് ഇപ്പം പറയാനായിട്ട് കിട്ടുന്നത്. ആ തൽക്ഷണം തന്നെ എൻ്റെ ഹാർട്ട് റേറ്റ്
200-220 നിന്ന് 160 വരികയും പിന്നീട് എനിക്ക് ഒരു 2-3 മാസമായിട്ട് എൻ്റെ ഹാർട്ട് റേറ്റിൻ്റെ ഒരു ഇഷ്യൂ എനിക്ക് ഉണ്ടായിട്ടുമില്ല. മൂന്നാമത്തെ കാര്യം, ഞാൻ ജാനുവരിയിൽ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു പതുക്കെ നടക്കാൻ തുടങ്ങുക എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാഞ്ചസ്റ്ററിലേക്ക് ഞാൻ തിരികെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫെബ്രുവരി 5-ാം തീയതി ഞാൻ കിടന്നു. ഫെബ്രുവരി 6-ാം തീയതി ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മുൻപിൽ മുഴുവൻ ഇരുട്ടാണ്. എനിക്ക് ഒന്നും മനസ്സിലായില്ല, എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും പെട്ടെന്ന് അതേ കൂട്ട് തന്നെ നാട്ടിലേക്ക് തിരികെ വരികയും മധുര അരവിന്ദ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുകയായിരുന്നു. അങ്ങനെ അന്നേരമൊക്കെ തന്നെയും അമ്മയുടെ തൈലം ഉപയോഗിച്ച് എൻ്റെ കണ്ണിൽ ഞാൻ പുരട്ടി, 2 കണ്ണുകളിലും പുരട്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ ആൻറ്റിബയോട്ടിക് ഇങ്ങനെ എടുത്തത് മൂലം എനിക്ക് ഭയങ്കരമായിട്ട് ഛർദിലൊക്കെ വരികയും അങ്ങനെ എൻ്റെ റെറ്റിന, 2 കണ്ണുകളുടെ റെറ്റിന ഇളകി പോവുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഞാൻ മെയ് 20 ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഒന്നും കാണാൻ എനിക്ക് സാധിച്ചിരുന്നില്ല, ഞാൻ ബ്ലൈൻഡ് ആയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ആൾക്കാരെയൊക്കെ കാണാം. ഇന്നലെ ഞാൻ മധുരയിൽ പോയിട്ട് രാത്രി വീട്ടിൽ വന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് ആ ഒരു ഡിപ്പെൻഡൻസി ലെവൽ, ആ കംപ്ലീറ്റ് ഡിപ്പെൻഡൻസി ലെവലിൽ നിന്ന് എനിക്ക് മാറി എൻ്റെ കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യാൻ തരത്തിലുള്ള ഒരു കാഴ്ച എനിക്ക് അമ്മ തരികയും ചെയ്തു. ഞാൻ ഈ ഫെബ്രുവരിയിൽ ഞാൻ നാട്ടിൽ വന്നപ്പം ഞാൻ വിഷമിച്ച് അങ്ങനെ ഒരു ഇരുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മ എൻ്റെ റൂമിൽ വരികയും അപ്പം ഞാൻ അമ്മയെന്ന് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീനു നിൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം ചോദിക്കേണ്ട, കാരണം നമുക്ക് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുവാനായിട്ട് ഒരു റൈറ്റുമില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ക്ഷമ പറയുകയും ഞാൻ കുറേ നേരം ഇങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി കുറേ നേരം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു വാക്യം വരികയാണ്. എനിക്കതിൻ്റെ കോണ്ടെക്സ്റ്റോ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലേക്കൊരു വാക്യം വരികയാണ്, അന്യരുടെ കണ്ണാലല്ല എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ എൻ്റെ ഉടയവനെ കാണുമെന്നുള്ളൊരു കാര്യം. അപ്പം എനിക്ക് ആദ്യം ഒന്നും എനിക്ക് മനസ്സിലായില്ല, അതെന്താണ് ഇങ്ങനെ വരുന്നത്, ഇങ്ങനൊരു വാക്യം ഒന്നും മനസ്സിലായില്ല. പിന്നീട് ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇയ്യോബ് പറയുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. അന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് പൂർണ്ണമായും എനിക്ക് കാഴ്ച കിട്ടും എന്ന്. കാരണം എൻ്റെ സ്വന്തം കണ്ണാൽ തന്നെ ഞാൻ ബൈബിൾ വായിച്ചിട്ട് ഇപ്പോൾ 9 മാസമായി. അല്ലാത്ത പറഞ്ഞതുപോലെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. എന്ത് വന്നാലും എന്ത് ഫീലിങ്സ് ആണെങ്കിലും ബൈബിൾ എടുത്ത് വായിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പം ബൈബിൾ വായിക്കാത്തൊരവസ്ഥ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അന്നേരം എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്, എനിക്ക് തീർച്ചയായും എനിക്ക് കാഴ്ച ലഭിക്കുമെന്നുള്ളത്. അത് ഇന്നലെ എനിക്ക് ഡോക്ടർ കണ്ണിൻ്റെ കാഴ്ച ഇമ്പ്രൂവ് ആകുന്നുണ്ട് എന്നുള്ള ഒരു മാതാവ് എനിക്കത് നടത്തി തന്നു എന്നുള്ളതാണ്. 4-ാമത്തെ ഒരു കാര്യം, ഞാൻ കൊച്ചിലെ മുതലേ തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഭയങ്കരമായിട്ട് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം എനിക്ക് രാത്രിയിൽ കിടക്കുമ്പോൾ എനിക്ക് ഈ പാമ്പിനെ സ്വപ്നം കാണുന്നൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ശരിക്കും ഉറങ്ങാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ തന്നെ സ്കൂളിലോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ തന്നെ ഇങ്ങനെ ഇവരെ ഇങ്ങനെ എൻ്റെ വഴിയിൽ കാണുകയും ചില സമയത്ത് അടുത്ത കാൽച്ചുവട് വെക്കുന്നത് മേ ബി അതിൻ്റെ മുകളിലേക്കൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ നിന്നെല്ലാം എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഞാൻ 28-ാം തീയതി ഞാൻ എൻ്റെ ബെഡിൽ ഇരിക്കുമ്പോൾ അമ്മ എൻ്റെ മനസ്സിലേക്ക് എനിക്കൊരു ചിന്ത തരികയാണ്, നീനു നിൻ്റെ വീടിനകത്ത് പാമ്പുണ്ട്, നീ സൂക്ഷിക്കണമെന്നുള്ള ഒരു മെസ്സേജ് എൻ്റെ അമ്മ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് തരികയാണ്. അങ്ങനെ 2 ദിവസം ഈ 1-ാം തീയതി എൻ്റെ മുറിയുടെ വെളിയിൽ അമ്മ വന്ന് നോക്കുമ്പോൾ ഒരു പാമ്പ് ചുറ്റി കിടക്കുകയാണ്, ശാന്തമായിട്ട് കിടക്കുകയാണ്. എനിക്ക് ഒരു ബുദ്ധിമുട്ടോ
എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഈ എനിക്കറിയാം എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും എൻ്റെ ദേഹത്ത് ഇങ്ങനെ ഈ ബുദ്ധിമുട്ട്, എൻ്റെ തലയൊഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ഈ പാമ്പ് ചുറ്റി ഇങ്ങനെ എന്നെ കൊത്താൻ വരുന്ന പോലുള്ളൊരു ഇതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന്, ആ ഒരു ഭയങ്കര ഒരു ഇതിൽ നിന്ന് വിഷ്വൽ ഹാലൂസിനേഷനൊക്കെ എനിക്കിങ്ങനെ പാമ്പ് എൻ്റെ കൂടെ ഉള്ളതും എൻ്റെ അടുത്ത് ഇരിക്കുന്ന പോലൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അതിൽ നിന്ന്, ആ ഒരു അപകടത്തിൽ നിന്ന് അമ്മ എന്നെ രക്ഷിച്ചു എന്നുള്ളതാണ്. അടുത്തതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വിസ എക്സ്പയറി ആയിരുന്നു. അപ്പം ഞാൻ UK ഗവൺമെൻറ് ഞാൻ പല പ്രാവശ്യം ഞാൻ മെയിൽ അയച്ചു, എനിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല, എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് എനിക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ എൻ്റെ വിസ റിന്യൂവൽ ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു അത് റിന്യൂവൽ ആയതുകൊണ്ട് UK തന്നെ, മാഞ്ചസ്റ്ററിൽ തന്നെ തിരിച്ചു ചെല്ലണം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, കാരണം അന്നേരം ഒന്നും എനിക്ക് ട്രാവലിങ്ങിനുള്ള എനിക്കൊരു ഓപ്ഷൻ എനിക്ക് ഡോക്ടേഴ്സ് തരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഏപ്രിൽ 14 ആയിരുന്നു എൻ്റെ വിസ എക്സ്പയറി. 12 ആയപ്പോഴത്തേക്ക് അമ്മ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്കൊരു തോന്നൽ വരികയാണ്, നീ ട്രാവൽ ചെയ്തോളൂ എന്ന്. അങ്ങനെ വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ എത്തിഹാദിനാണ് പോയത്. അപ്പം ഈ അബുദാബി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ദിവസത്തെ വാലിഡിറ്റിയും ഉള്ളൂ എൻ്റെ വിസയ്ക്ക്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ എയർപോർട്ടിലെ സ്റ്റാഫ് വളരെ റൂഡായിട്ടാണ് എന്നോട് ബിഹേവ് ചെയ്തതൊക്കെ. അപ്പോൾ അന്നേരം മുതൽ എനിക്ക് ഭയങ്കര ടെൻഷൻ, എൻ്റെ ദൈവമേ, ഞാൻ മാഞ്ചസ്റ്ററിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ അവരെന്നോട്, ഞാൻ എങ്ങനെ ഇതിന് അവരെന്നോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പം ഞാൻ കാശ് രൂപ അപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇങ്ങനെ വിശ്വാസ പ്രമാണവും സ്വർഗ്ഗസ്ഥനായ പിതാവേയും നന്മ നിറഞ്ഞ മറിയമൊക്കെ പറഞ്ഞ് ഞാൻ ആ മാഞ്ചസ്റ്ററിൽ പിറ്റേ ദിവസം എത്തിക്കഴിഞ്ഞപ്പം എൻ്റെ മുൻപിൽ എനിക്ക് കാണാൻ സാധിച്ചത്, എൻ്റെ മുൻപിൽ ഒത്തിരി പേരുടെ ഓഫീസേഴ്സൊക്കെ ഒത്തിരി ഷൗട്ട് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പം എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്, എൻ്റെ ആ ഒരു ഓഫീസർ എന്ന് പറയുന്നത് ഒരു ലേഡി, അധികം പ്രായമൊന്നുമില്ല, കണ്ടു കഴിഞ്ഞാൽ അമ്മ മാതാവിനെ കൂട്ട്, ദൈവമാതാവിനെ കൂട്ട് തന്നെ ഇരിക്കുന്ന ഒരു ലേഡിയാണ് എനിക്ക് കിട്ടിയത്. എന്നോട് എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എവിടെയാണ് ജോലി, വീടുണ്ടോ, മാഞ്ചസ്റ്ററിൽ വീടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെനിക്ക് മാഞ്ചസ്റ്ററിൽ വീടുണ്ട്, അവിടെ റെൻറ്റിൽ താമസിക്കുന്നത്. പിന്നെ ജോലി എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് മാഞ്ചസ്റ്ററിൽ ഇന്ന ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ കയ്യിൽ കാശുരൂപമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാശുരൂപം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് വേറെ ഒരു ക്വസ്റ്റ്യനും എന്നോട് ചോദിച്ചില്ല. എന്നോട് യു ആർ വെൽക്കം ബാക്ക് എന്നും പറഞ്ഞിട്ട് എൻ്റെ തമ്പും എൻ്റെ ബയോമെട്രിക്കും എടുത്തിട്ട് അവർ എന്നെ തിരികെ എനിക്ക് ഇമിഗ്രേഷൻ എനിക്ക് ക്ലിയർ ചെയ്ത് തരികയുണ്ടായി. അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. 14 ആയിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേറ്റ്. 15 എൻ്റെ വിസ എനിക്ക് പുതിയതായിട്ട് അവർ തന്നു. ഉച്ചയായപ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേയിൽ തന്നെ എനിക്ക് എൻ്റെ വിസ റിന്യൂ ചെയ്ത് തന്നു. 17-ാം തീയതി ഞാൻ കൊച്ചിലെ മുതലേ രാത്രിയിലൊക്കെയും കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ രാത്രിയിലൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അത് 16-ാം തീയതി രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എൻ്റെ എനിക്കൊരു സുഗന്ധ അഭിഷേകം, മെഴുകുതിരിയുടെ ഒരു മണം എനിക്ക് കിട്ടുക. അപ്പം എനിക്ക് സമയം, കണ്ണ് കാണാത്തതുകൊണ്ട് എനിക്ക് സമയം ഒന്നും എനിക്കറിയില്ല. അപ്പം എൻ്റെ മനസ്സിലേക്ക് ജനൽ തുറന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു, ദൈവമേ ഈ നേരത്ത് ഈ പാതിരയ്ക്ക് ആരാണ് ഇവിടെ മെഴുകുതിരി കത്തിക്കുന്നതെന്നുള്ളത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ മുറിയിൽ പോയിരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ മുൻപിൽ ഓപ്പോസിറ്റ് വാളിൽ, ഓപ്പോസിറ്റ് ഭിത്തിയിൽ എനിക്ക് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ കാണുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഈ യഹൂദ സ്ത്രീകളുടെയൊക്കെ പടം പോലത്തെ, ശിരോവസ്ത്രം പോലത്തെ ഒരു ഔട്ട്ലൈനാണ് ഞാൻ കാണുന്നത്. ഒരു ബ്ലൂവിഷ് സിൽവർ ഗ്രേ കളറിലുള്ള ഒരു അപ്പം ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം അതിങ്ങനെ എൻ്റെ നേർക്ക് ഇറങ്ങി വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്.
അപ്പം ഞാൻ വിചാരിച്ചമ്മേ എൻ്റെ കണ്ണിന് എന്താ പറ്റിയത്, ഒന്നാമത് എനിക്ക് കണ്ണ് കാണത്തില്ല. അപ്പോൾ ഈ എന്താണ് കണ്ണ് ചിമ്മിച്ചിമ്മി ഞാൻ നോക്കുമ്പോഴും ആ അമ്മ എൻ്റെ അമ്മയാണ് എന്നുള്ള എൻ്റെ ആ രൂപം ഭിത്തിയിൽ നിറങ്ങി എൻ്റെ അടുക്കിലേക്ക് വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ വേഗം ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ അമ്മയെ വിളിച്ചു. ഞാൻ വിചാരിച്ചു ഇനി എല്ലാം നാട്ടിലുള്ള എന്തെങ്കിലും നമുക്ക് അങ്ങനെ തോന്നുമല്ലോ വേറെ സ്ഥലത്ത് നിൽക്കുമ്പോൾ. ഞാൻ അമ്മയെ വിളിച്ചു. ആ അമ്മയോട് ചോദിച്ചു, അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുവാണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയോട് പറഞ്ഞു, അല്ല, ഇവിടെ ഇപ്പം രാവിലെ 7 മണിയായി, ഞാൻ ജോലി ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി സഞ്ചാരി മാതാവ് എൻ്റെ അടുക്കൽ വന്നതാണ് എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായി. കാരണം അപ്പം എനിക്ക് കംപ്ലീറ്റ് ബോധ്യമായി അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എനിക്ക് പൂർണ്ണമായിട്ടും കാഴ്ച ലഭിക്കും, ദൈവവചനം വായിക്കാൻ തക്കതായിട്ടുള്ള കാഴ്ച എനിക്ക് ലഭിക്കും. ഇതുവരെ ഞാൻ കൃപാസന പത്രം ഞാൻ വായിച്ചിട്ടില്ല, അതിനും അമ്മ എന്നെ സഹായിക്കും, എനിക്കതിനൊരു അവസരം കിട്ടും എന്ന് എനിക്ക് ഉത്തമമായുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് എന്നെ ഈ ലോകത്തിന് മുൻപിൽ നിർത്തണേ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യ പ്രവൃത്തികൾ ചെയ്തത് പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിലൊരു ഭാഗം മാറ്റി വെച്ചിട്ട് അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. പിന്നെ കൃപാസന പത്രമാണെങ്കിൽ ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വിടുതലും ഞങ്ങളുടെ കുടുംബത്തിന് സന്തോഷവും തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല, പക്ഷെങ്കിൽ ഇതിനും ഒരവസരം തന്ന അമ്മ മാതാവിന് നന്ദി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുവിൻ. നീതു ബാബു തിരുവല്ലയുടെ സാക്ഷ്യം നമ്മോട് പറയുന്നത് അവരുടെ കാലുകൾ മുറിച്ച് കളയേണ്ട അവസ്ഥയിലേക്ക് വന്ന സമയത്ത്, കാലിലെല്ലാം പഴുപ്പ് കയറി വന്ന സമയത്തെല്ലാം പരിശുദ്ധ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഒരു വാക്ക്, ഈശോ, ഞാൻ നിന്നോട് കൂടെ ആയിരുന്നില്ലേ, നിന്നോട് കൂടെ ആയിരുന്നല്ലോ ജീവിച്ചിരുന്നത്, എന്തുകൊണ്ട് എനിക്കിങ്ങനെയെല്ലാം സംഭവിച്ചു? 2-3 വയസ്സ് പ്രായമുള്ള സമയം തൊട്ട് ചെറിയ രീതിയിൽ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഇഷ്യൂസ് കണ്ടു തുടങ്ങിയിരുന്നു. കുറച്ചൊക്കെ ഒരു മെഡിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരമില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഇത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടും വളരെയേറെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എനിക്ക് കൃപാസനത്തിലൊരു പത്രം തന്നു. പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഈ പത്രം എൻ്റെ കയ്യിൽ തന്നിട്ട് സിസ്റ്റർ ഒന്ന് പോയി നോക്കൂ എന്ന് മാത്രം പറഞ്ഞു. നിയോഗങ്ങൾ 6 എഴുതണം, അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നമുക്കൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, നമ്മളിതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് വേണമോ ദൈവം മനസ്സിലാക്കാൻ? അല്ലല്ലോ. ആദ്യം ഈ കുട്ടി അടങ്ങിയിരുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പമാണ്. ഉടമ്പടി വസ്തുക്കളും ആയ തേന്, ഉപ്പ് ഇവ കൊടുക്കുമായിരുന്നു സ്കൂളിൽ പോകുന്നതിന് മുമ്പ്. മറ്റാരോടും ഒരു പരാതിയും പറഞ്ഞില്ല, ആരോടും ഇത് പ്രശ്നത്തെപ്പറ്റിയും പറഞ്ഞില്ല. ഞാൻ അതിനുശേഷം ഡോക്ടർമാരുടെ അടുത്ത് പോയപ്പോൾ അവർ എന്നോട് ചോദിച്ചത് മെഡിസിനൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഞാൻ ഇതുവരെ ഒരു മെഡിസിനും കൊടുത്തിട്ടില്ല. അപ്പം വലിയ മാറ്റമുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ എനിക്ക് വൈദ്യന്മാരിൽ വൈദ്യനായ കർത്താവായ യേശു ക്രിസ്തുവിൽ മാധ്യസ്ഥ അപേക്ഷിക്കാൻ ശക്തിയുള്ള ഒരു വ്യക്തിയെ കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം എനിക്ക് വേണ്ടി ചെയ്തു തന്നാണെന്ന് പറഞ്ഞു. എൻ്റെ പേര് ജെയ്മി, ഇതെൻ്റെ മകൻ ആരോൺ. ഞങ്ങൾ കോട്ടയം തലോലപ്പറമ്പിൽ നിന്ന് വരുന്നു. ഞാനൊരു യാക്കോബ സഭാംഗമാണ്. ഇനി ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. ഇതെൻ്റെ മകൻ ആരോൺ. അവന് 2-3 വയസ്സ് പ്രായമുള്ള സമയം തൊട്ട് ചെറിയ രീതിയിൽ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഇഷ്യൂസ് കണ്ടു തുടങ്ങിയിരുന്നു. ചെറുതായിട്ടാണെങ്കിൽ പോലും ആ ഒരു പ്രായത്തിൽ നമ്മൾ ആരും അതത്ര കാര്യമാക്കാറില്ല. പക്ഷേ ചില ആക്ടിവിറ്റീസിനും ചില കൊച്ചു ട്രെയിനിങ് ക്ലാസ്സുകൾക്കൊക്കെ വിട്ടു തുടങ്ങിയപ്പോൾ വലിയ പരാതികൾ വന്നപ്പോൾ ഏതൊരമ്മയെപ്പോലെ ഞാനും ഒന്ന് പകച്ചുപോയി. കുറച്ചൊക്കെ ഒരു മെഡിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരമില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഇത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടും വളരെയേറെ ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ കാണിച്ചു, മറ്റ് പല ഡോക്ടർമാരുടെ അഭിപ്രായം ചോദിച്ചു, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെയും ഡോക്ടർമാരോട് ചോദിച്ചു. പിന്നെ കുറേയൊക്കെ നമ്മൾ ഒതുക്കും.
അങ്ങനെ പലരോടും സംസാരിച്ച് കഴിഞ്ഞപ്പോഴും മെഡിക്കലി ഡയഗ്നോസ് ചെയ്തപ്പോഴും പറഞ്ഞത് ഇതിനങ്ങനെ ഒരു ശാശ്വതമായ പരിഹാരമില്ല, മെഡിസിൻ കഴിച്ചുകൊണ്ട് ഇങ്ങനെ തുടർന്ന് പോകാം എന്നറിയിച്ചു. നമുക്ക് മെഡിസിൻസിനെ പറ്റി അറിയാവുന്നതുകൊണ്ടും പിന്നെ മാനസികമായി നമ്മൾക്ക് ഇതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാനിതിങ്ങനെ കരുതി വെച്ചു, പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എനിക്ക് കൃപാസനത്തിലൊരു പത്രം തന്നു. പക്ഷേ എന്നോടൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഈ പത്രം എൻ്റെ കയ്യിൽ തന്നിട്ട് സിസ്റ്റർ ഒന്ന് പോയി നോക്കൂ എന്ന് മാത്രം പറഞ്ഞു. പക്ഷെ അതുകൊണ്ടാവാം ഞാനത് വെറുതെ എൻ്റെ കയ്യിൽ വെച്ചു എന്നുള്ളതല്ലാതെ അതിലേക്ക് ശ്രദ്ധിച്ചില്ല. മാതാവ് എനിക്ക് പുതിയ ആളല്ലല്ലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. മാതാവിനോട് വളരെയേറെ ഭക്തിയും സ്നേഹവും ഒക്കെയുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. യാക്കോബായ സഭാംഗമാണെങ്കിൽ പോലും പഠിച്ചത് അത്രയും കോൺവെൻറ്റ് സ്കൂളിലായതുകൊണ്ടും അത്തരം ആ പ്രാർത്ഥനകളും ജപമാലയും ഒക്കെ എനിക്കറിയാമായിരുന്നു. പക്ഷെ അതൊരു കാലത്തിന് ശേഷം, പഠനകാലം കഴിഞ്ഞതിന് ശേഷം അതൊക്കെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ എങ്കിലും മാതാവുമായിട്ട് വലിയ ഇഷ്ടവും സ്നേഹവും ഉള്ളത് കൊണ്ട് എന്നാൽ ഒന്ന് വന്നേക്കാം എന്ന് കരുതി മാത്രം വന്നതാണ്. അങ്ങനെ ഇവിടെ വന്നു. ഡിസംബർ 2021 30 വന്നു. ഉടമ്പടി എടുക്കണം, ഇന്നത് എഴുതണം, അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം അതൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ വന്നത്. നിയോഗങ്ങൾ 6 എഴുതണം, അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നമുക്കൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, നമ്മളിതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് വേണമോ ദൈവം മനസ്സിലാക്കാൻ? അല്ലല്ലോ. നിന്നെപ്പറ്റി ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് എന്നുള്ളതൊക്കെ അപ്പോഴും എനിക്കറിയാം. അപ്പം നമ്മളിതൊന്നും ചോദിച്ച് മേടിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു. സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, സംഭവിച്ചത് നല്ലത്, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ പോകുന്ന വ്യക്തി. ഒന്നും നിർബന്ധിച്ച് ചോദിച്ച് മേടിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതല്ല എന്നൊരു തോന്നൽ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നു. ഉടമ്പടിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, പ്രാർത്ഥനയല്ല ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത്, കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്, കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം, ഉള്ളത് മറ്റുള്ളവർക്കില്ലാത്തവർക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെ. പക്ഷെ നമ്മളൊന്നും ചെയ്യാറില്ല. അതുപോലെ തന്നെ ഞാനും ഒന്നും ചെയ്യാറില്ല. വായിച്ചു വിടും. അച്ഛൻ ധ്യാനത്തിൽ, നമ്മുടെ പള്ളികളിലുള്ള ധ്യാനത്തിലും മറ്റു കാര്യങ്ങളിലും പ്രാർത്ഥനാ യോഗങ്ങളിലും ഒക്കെ ഇതെല്ലാം പറയുമ്പോൾ എല്ലാം കേൾക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇതെനിക്കൊരു ലോജിക്കുള്ള ഒരു പാക്കേജ് പോലെ തോന്നി. അന്നേ തോന്നി എനിക്ക്. ഞാനത് ഈ അൽത്താരിൽ നിന്ന് ഉള്ളത് പറയണമല്ലോ. അപ്പോൾ അന്ന് എനിക്കങ്ങനെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഡോക്ടർമാർ എന്നോട് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. ഇത്രമേൽ ശക്തിയുള്ള ഒരു പാക്കേജാണ് എങ്കിൽ അവിടുന്ന് എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് എന്നെ ഒന്ന് അറിയിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. വെറുതെ മനസ്സിൽ പ്രാർത്ഥിച്ചത് മാത്രമേ ഉള്ളൂ. ഉടമ്പടിയിലെ നിയോഗങ്ങൾ അന്ന് ആ സമയത്ത് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടു. എല്ലാം ദൈവത്തിന് അറിയാമല്ലോ എന്ന ചിന്തയിൽ എഴുതിയിട്ടു. പ്രത്യേകാൽ എൻ്റെ മകൻ്റെ കാര്യവും ഞാൻ എഴുതിയിട്ടു. അതിനുശേഷം ഞാനിവിടുന്ന് പോയി. വേറെ ഡോക്ടർമാരെ ഒന്നും കാണിച്ചില്ല. നേരത്തെ ഡോക്ടർമാർ പറഞ്ഞ മെഡിസിൻസ് ഒന്നും തന്നെ വാങ്ങിയില്ല. എന്നിട്ട് ഞാൻ മാതാവിനോട് സ്ഥിരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ, അവിടത്തേക്ക് കഴിയാത്തതായി ഒന്നുമില്ല. അവിടുന്ന് ദൈവസന്നിധിയിൽ എൻ്റെ മകന് വേണ്ടി അവിടുന്ന് മാധ്യസ്ഥം വഹിക്കണമേ. ഈ ലോക ജീവിതത്തിൽ ഈ മകന് ജീവിച്ചു പോകേണ്ടതാണല്ലോ, അതിന് തക്കതായ ഒരു സാഹചര്യം അവിടുന്ന് ഒരുക്കണമേ. ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഇത് മാറ്റിത്തരണമെന്നോ അല്ലെങ്കിൽ ഇത് മാറ്റിയില്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ ഈ മകന് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയം ഓരോരോ പീരീഡുകൾ ക്ലാസ്സിൽ ഇരുന്ന് ഇടയ്ക്ക് ബ്രേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടി ക്ലാസ്സിൽ ഓടി നടക്കുക, പ്രശ്നം ഉണ്ടാക്കുക, പരാതികൾ അനവധി ഉണ്ടായിരുന്നു. എങ്കിലും പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തി. ആദ്യം ഈ കുട്ടി അടങ്ങിയിരുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പമാണ്. അതോടുകൂടി എനിക്കതൊരു വെളിച്ചമായിട്ട് എനിക്ക് മാതാവിൽ നിന്ന് കിട്ടിയതാണ്. കാരണം ഞാൻ പ്രാർത്ഥിച്ചത് അത് തന്നെയാണ്. മറ്റ് ആക്ടിവിറ്റീസിലും അല്ല മറ്റെന്തെങ്കിലും പുറത്തു പോകുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളിലോ ഉള്ള ബുദ്ധിമുട്ടുകൾക്ക് ഉപരിയായി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പം ഈ കുട്ടി അടങ്ങിയിരിക്കുന്നതായി ഞാൻ കണ്ടു. ഉടമ്പടി വസ്തുക്കളും ആയ തേന്, ഉപ്പ് ഇവ കൊടുക്കുമായിരുന്നു സ്കൂളിൽ പോകുന്നതിന് മുമ്പ്. മറ്റാരോടും ഒരു പരാതിയും പറഞ്ഞില്ല, ആരോടും ഇതേ പ്രശ്നത്തെപ്പറ്റിയും പറഞ്ഞില്ല. അങ്ങനെ പോകെ ഉടമ്പടി പുതുക്കലുകൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പോകെ വലിയ പ്രകടമായ മാറ്റം ഞാൻ ഈ കുട്ടിയിൽ കണ്ടു.
ഞാൻ അതിനുശേഷം ഡോക്ടർമാരുടെ അടുത്ത് പോയപ്പോൾ അവർ എന്നോട് ചോദിച്ചത് മെഡിസിനൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഇതുവരെ ഒരു മെഡിസിനും കൊടുത്തിട്ടില്ല. അപ്പം വലിയ മാറ്റമുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതുപോലെ എനിക്ക് വൈദ്യന്മാരിൽ വൈദ്യനായ കർത്താവായ യേശു ക്രിസ്തുവിൽ മാധ്യസ്ഥ അപേക്ഷിക്കാൻ ശക്തിയുള്ള ഒരു വ്യക്തിയെ കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം എനിക്ക് വേണ്ടി ചെയ്തു തന്നാണെന്ന് പറഞ്ഞു. അവരൊന്ന് ചിരിച്ചു വിട്ടു. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകുകയും ഈ മകനാണ് എൻ്റെ മുമ്പിൽ എല്ലാവർക്കും ഉള്ള സാക്ഷ്യം. ഞാൻ പത്രം കൊടുക്കുമ്പോഴും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും ഈ മകനെ കൊണ്ട് പോകും. അവർക്കെല്ലാവർക്കും സാക്ഷ്യമായിട്ട് നിർത്തി ഞാൻ അവരോട് പറയും, ഇതാണ് എൻ്റെ സാക്ഷ്യം, മറ്റൊന്നും പറയാനില്ല. അതിനുശേഷം പോകെ പഠനകാര്യങ്ങളിലും മറ്റ് വിഷയങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും പള്ളിയിലെ പ്രവർത്തനങ്ങളിലും പാട്ട്, കൊയർ അങ്ങനെയുള്ള കാര്യങ്ങളിലും എല്ലാം ഇവൻ സ്വന്തമായിട്ട് ഉത്സാഹത്തോടു കൂടി പങ്കെടുക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി. ശേഷം മദ്ബഹയിലെ ശുശ്രൂഷ, മദ്ബഹ എന്ന് പറഞ്ഞാൽ അൾത്താര, ഞങ്ങളുടെ സഭയിൽ അങ്ങനെ പറയാം, അവിടെ ശുശ്രൂഷയ്ക്ക് എൻ്റെ മകനെ കയറ്റി. വളരെ പിരിപിരിപ്പും പ്രശ്നമുള്ള ഒരു കുട്ടിയെ അങ്ങനെ ഒരിക്കലും കയറ്റാൻ സാധിക്കില്ലല്ലോ. പക്ഷേ ഒരു കുഴപ്പവും ഇല്ലാതെ മകനിപ്പം മദ്ബഹയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബാലനായിട്ട് മാറിയിരിക്കുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മ എന്ന നിലയ്ക്ക് ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നമുള്ളവർ കടന്നു പോകുന്നവർ ഒത്തിരിയേറെ ഉണ്ടായിരിക്കും. അപ്പം എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം, എൻ്റെ മകന് കിട്ടിയ അനുഗ്രഹം ദൈവസന്നിധിയിൽ കൃത്യമായി സാക്ഷ്യപ്പെടുത്തേണ്ടതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടിയുണ്ട്, ഈ സാക്ഷ്യം ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇതിനേക്കാൾ ഓട്ടിസവും മറ്റ് ബുദ്ധിമുട്ടുകളും സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള മറ്റു കുട്ടികൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരൻസിനെ ഞാൻ കാണാൻ ഇടയായി. അതൊരു നിമിത്തം ഞാൻ ഉദ്ദേശിച്ചത് മാതാവിനാൽ ഉണ്ടായ നിമിത്തമാണ്. കാരണം അതിനു മുമ്പ് ഇങ്ങനെ ഒരു ആളുകളെ മീറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടേയില്ല. കാരണം പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ്. ഞാൻ എൻ്റെ മകനെയും കൊണ്ട് പത്രം കൊണ്ട് പോകുമ്പോഴും പലരോടും സംസാരിക്കുമ്പോഴും ഇതിനേക്കാൾ വേദനയിലും വിഷമത്തിലും ദുരിതത്തിലും ഒരവസ്ഥയും ഒരു പരിഹാരവുമില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെയും കൊണ്ട് ഒത്തിരിയേറെ പേരെ കാണാനിടയായി, അവരുടെ ഇടയിൽ സാക്ഷ്യം വഹിക്കാനിടയായി, അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു. ഇത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ എൻ്റെ നിയോഗം, 10 വർഷമായിട്ട് എൻ്റെ ഒരു കുറച്ച് വസ്തു അത് റീസർവേ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കരമടയ്ക്കാനോ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് നടക്കാതെ വരികയായിരുന്നു. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് ഈ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു. നമ്മളെപ്പോൾ സ്ഥാപനത്തെ സമീപിച്ചാലും പറയും, ഇതുകൊണ്ട് ഉടനെ ഒന്നും നടക്കില്ല, നിങ്ങൾ പിന്നീട് വരും. പക്ഷെ അത് റീസർവേ ചെയ്ത് കരമടയ്ക്കാതെ 10 വർഷമായിട്ട് കിടന്ന വസ്തു പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി അത് ചെയ്തെടുക്കേണ്ട അത്യാവശ്യമായിരുന്നു. ഞാൻ ഉടമ്പടിയിലാണല്ലോ, അപ്പോൾ പേടിയൊന്നുമില്ല. അപ്പോൾ മാതാവ് ഇത് ഹിതമാണെങ്കിൽ നടക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അന്ന് ഞാനിവിടെ വർക്ക് ഫ്രം ഹോം ആയിരുന്നു, ആ സമയത്ത് എൻ്റെ ലാപ്ടോപ്പ് പെട്ടെന്ന് ഓഫായിപ്പോയി. കേടൊന്നുമല്ല, ചാർജൊന്നും തീർന്നതല്ല, ഒന്നുമല്ല, എന്തോ ഇന്ന് വരെ അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. പെട്ടെന്നങ്ങ് ഓഫായിപ്പോയി, സ്ക്രീൻ ഓഫായിപ്പോയി. പെട്ടെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു, നമ്മുടെ തഹസീൽദാരുടെ ഓഫീസ്, വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോയി നോക്കാം, ഏതായാലും ഇത് ഓഫായിപ്പോയി, പോകാമെന്ന് ഒരു തോന്നൽ, ശക്തമായിട്ടുള്ള തോന്നൽ. ഞാൻ എത്ര ശ്രമിച്ചിട്ട് ഈ ലാപ്ടോപ്പിൻ്റെ മോണിറ്റർ ഓൺ ആവുന്നില്ല. വേണ്ട എന്നാൽ പോയേക്കാമെന്ന് കരുതി ഞാൻ പോയി. ഞാൻ നേരെ ചെല്ലുമ്പോൾ വില്ലേജ് ഓഫീസർ അവിടെ എന്തോ തിരക്കിട്ടെന്തോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഉള്ള ഓഫീസിലുള്ള ആൾക്കാരോട് പറഞ്ഞു, ഞാനൊരു ആപ്ലിക്കേഷൻ ഉണ്ടോ, ഒന്ന് നോക്കുമോ എന്ന് ചോദിച്ചു. അവരൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, 2-3 വർഷമായിട്ട് പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് പലരുടെയും ആപ്ലിക്കേഷൻ, നിങ്ങളിതിപ്പോൾ എവിടെ നിന്ന് വന്നു, ഇത് ഉടനെ ഒന്നും നടക്കാൻ പോകുന്നില്ല, പോയിട്ട് പിന്നെ വരും. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും വില്ലേജ് ഓഫീസർ ഫോൺ കോളിൽ നിന്ന് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഉള്ളിലേക്ക് കയറി, എൻ്റെ കയ്യിൽ എവിടെ പോയാലും ഉപ്പും തേനും തൈലവും ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ ബാഗിൽ നിന്നും പതുക്കെ എടുത്ത് ഞാനത് അദ്ദേഹത്തോട് സംസാരിക്കാൻ, അദ്ദേഹം കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു, ഇരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇരുന്ന ആ സമയം കൊണ്ട് എൻ്റെ മാതാവേ അവിടുന്ന് പ്രവർത്തിക്കണമേ, അവിടുത്തെ ഹിതം പോലെ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ അവിടെ നിന്ന് ഒരു നിമിഷം മനസ്സിൽ കരുതി ആ ഉപ്പൊന്ന് പതിയെ മേശയുടെ താഴോട്ടിട്ടു. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഇതൊരു ആപ്ലിക്കേഷനാണ്. അദ്ദേഹം മേടിച്ചു, വെറുതെ വായിച്ചു നോക്കി. പെട്ടെന്ന് അവിടെ ഇരുന്ന കുറേ പേനകളിൽ പെട്ടെന്നൊരു പേന തപ്പിയെടുത്ത് എഴുതുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അതൊരു പച്ച കളർ പേന, പച്ച മഷിയുള്ള പേന.
അതിൽ ആ ആപ്ലിക്കേഷൻ്റെ സൈഡിൽ എന്തോ ഒന്ന് എഴുതി, എനിക്ക് മനസ്സിലായില്ല, പക്ഷെ എന്തോ എഴുതി. ഉടനെ തന്നെ അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ്, അദ്ദേഹം ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അദ്ദേഹം അവിടുന്ന് എനിക്ക് വേണ്ടി എഴുന്നേറ്റ് പുറത്തിറങ്ങി ബാക്കിയുള്ള ആ ഓഫീസേഴ്സിനടുത്ത് പോയിട്ട് എന്നോട് ആരാണോ ആദ്യം പറഞ്ഞത് പോയിട്ട് പിന്നെ വരൂ ഇപ്പോഴൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ അടുത്ത് പോയി ഈ പേപ്പർ കൊടുത്തു. പേപ്പർ കൊടുത്തതിന് ശേഷം അദ്ദേഹം തിരിച്ചിങ്ങ് പോകുന്നൊന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് കാര്യം പറഞ്ഞിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞാനൊന്നും പറയാതെ അവിടെ നിന്നു. കാരണം ഇദ്ദേഹം എന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, പോയിട്ട് പിന്നെ വരും. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വെറുതെ നിന്നപ്പോൾ അദ്ദേഹം ഉടനെ വീണ്ടും എന്നോട് പറഞ്ഞു, നോക്കൂ, ഞാൻ ഈ ടേബിളിൽ ഇരിക്കുന്ന ഫയൽ കണ്ടോ, ഇത് മുഴുവനും ആ ആപ്ലിക്കേഷൻസാണ്. 2-3 കൊല്ലം പഴക്കമുള്ള പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ നല്ല വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, പോയിക്കോ എന്ന് പറഞ്ഞു. ശരി, ഞാനൊന്നും മിണ്ടിയില്ല, ചിരിച്ചു പോന്നു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശനിയാഴ്ച, ഞായറാഴ്ച ഞാൻ പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ സ്ഥലത്തിൻ്റെ അതിൽ കൂടിയാണ് വരുന്നത്. അവിടെ ഒരു നിമിഷം വണ്ടി നിർത്തി ഞാനൊന്ന് മനസ്സിൽ കരുതി, മാതാവേ, നിൻ്റെ ഹിതം എന്തോ അത് സമയമായെങ്കിൽ അവിടുന്ന് നടത്തിത്തരുന്ന അവിടുത്തെ മഹത്വത്തിനായി അത് നടത്തിത്തരുന്നെങ്കിൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ അന്നും ഈ മകൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഉപ്പിട്ടു പോന്നു. വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു കോള്, അത് സർവേയറുടെ കോളായിരുന്നു. ഞായറാഴ്ച ദിവസം ഏത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് നമ്മളെ വിളിക്കുക? ഞായറാഴ്ച ദിവസം കുർബാനയ്ക്ക് ശേഷം വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു കോള്, നാളെ ഞാൻ നിങ്ങളുടെ സ്ഥലം ഇന്നടുത്ത സ്ഥലമല്ലേ, ഇന്നതല്ലേ പേര്, ഇന്നതല്ലേ വീട്ടുപേര്, ശരി, ഞാൻ നാളെ നിങ്ങളുടെ സ്ഥലത്ത് 11:30 എത്തുന്നു, നിങ്ങൾ വരുമോ എന്നല്ല വരണം എന്ന് പറഞ്ഞു. ഞാൻ ആകെ അന്തം വിട്ടുപോയി. ആരാണിങ്ങനെ വിളിക്കുക? അതും ആ സർവേയർ തന്നെ നേരിട്ട് മൊബൈലിലേക്ക്. ഞാനൊരു ശുപാർശയും അവിടെ കൊടുത്തിട്ടില്ല, ശുപാർശയ്ക്കായിട്ട് ആരെയും കൊണ്ടുപോയുമില്ല. എൻ്റെ ശുപാർശകൾ മുഴുവൻ ചെയ്തത് പരിശുദ്ധ മാതാവാണ്. ഞാൻ സമ്മതിച്ചു. പിറ്റേ ദിവസം തന്നെ പോയി മറ്റെല്ലാ ഭാഗത്തേക്കുള്ള സർവേയും മാറ്റിവെച്ച് ഇദ്ദേഹം എൻ്റെ അളക്കാനുള്ളത് അളന്നും അതിൻ്റെ അതിലും തിരിച്ച് അത് സർവേ നടത്തി. ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ മറ്റ് നടപടിക്രമങ്ങളും എല്ലാം നടത്തി അത് കരമടച്ചു. അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഇതെല്ലാം മാതാവ് പ്രത്യക്ഷപ്പെട്ട് മുന്നിൽ നടത്തി തന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മോണിറ്റർ ഓഫായതും, ആ സമയത്ത് ഞാൻ ഇറങ്ങി ഈ ഓഫീസിലേക്ക് പോയതും, ആ സമയത്ത് എന്തുകൊണ്ടാണ് വില്ലേജ് ഓഫീസർ ഫ്രീ ആയതും, ആ സമയത്ത് എന്തുകൊണ്ടാണ് മറ്റൊരു തടസ്സം ഇത് നടക്കില്ല എന്ന് പറയിപ്പിച്ചതും, ആ സമയത്ത് എന്തുകൊണ്ടാണ് എൻ്റെ ഉള്ളിൽ പ്രത്യാശയും പ്രതീക്ഷയും ഇല്ല ഇത് നടക്കും, മാതാവ് ഇടപെടുമെന്നൊരു തോന്നൽ വന്നതും, അതൊക്കെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികൾ തന്നെയാണ്. മൂന്നാമതായി എനിക്ക് പറയാനുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റ് ഫീൽഡിലാണ്. ഒത്തിരിയേറെ സ്ട്രെസ്സും ടെൻഷനും 8 മണിക്കൂർ കൊണ്ട് തീരുന്ന ജോലിയും ഒന്നും അല്ല. ഒത്തിരി സ്ട്രെസ്സും ടെൻഷനും ചിലപ്പോൾ 12 മണി അങ്ങനെയൊക്കെയാണ് തീരാറ്. അപ്പോൾ ഞാൻ ആ സമയത്ത് നിൽക്കുന്ന എൻ്റെ സ്റ്റാറ്റസിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നമ്മളീ പറയുന്ന പോലെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും മറ്റു കാരുണ്യ പ്രവൃത്തികൾക്കും കൃത്യമായി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അത് ചെയ്യണമെന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു അറിവ് കിട്ടിയത്, പ്രമോഷൻ കിട്ടി ഈ സ്റ്റാറ്റസിൽ നിന്ന് മാറുവാണെങ്കിൽ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരും, ഞാൻ കുറച്ച് ഫ്രീ ആകും. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം അന്ന് വരെയും പ്രാർത്ഥനകൾ പലപ്പോഴും മുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഉള്ളത് പറയണമല്ലോ, പ്രാർത്ഥനകൾ പലപ്പോഴും രാവിലത്തെയും വൈകിട്ടത്തെയും ഇടയ്ക്കെങ്കിലുമൊക്കെ മുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രവർത്തനങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഈ നമ്മുടെ ഉടമ്പടിയുടെ പാക്കേജ് കൃത്യമായി ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വഴികൾ ഞാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അച്ഛൻ പറയുമല്ലോ, നമ്മുടെ സ്റ്റാറ്റസ് ഡൗൺ ആക്കി. ഞാൻ ഓർത്തു, ഇതെൻ്റെ ഒരു സ്റ്റാറ്റസ് ആണോ, ഈ ഒരു ജോലി എൻ്റെ സ്റ്റാറ്റസ് ആണോ, വരുമാനമുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ഇനി ഡൗൺ ആക്കണോ? ആകെ ഒരു കൺഫ്യൂഷൻ. ഡൗൺ ആക്കി അത് കളഞ്ഞിട്ട് വേണോ ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിന് പോകാൻ? അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. കാരണം എനിക്ക് വലിയ ആത്മവിശ്വാസമായിരുന്നു ആ സമയത്ത്, എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയ അനുഭവങ്ങളെ വെച്ചിട്ട്. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, എന്ത് വേണം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കഠിനമായ ജോലി, അതായത് 10-12 മണിക്കൂറോളം കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് ജോലി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണമെങ്കിൽ അത് ബുദ്ധിമുട്ട് കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആരോഗ്യ പ്രശ്നം കൂടി പറയണം. എനിക്ക് ഓക്കുലാർ മയോപ്പതി എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അത് കണ്ണിൻ്റെ മസിൽസിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലോ മൊബൈലിൻ്റെ മുമ്പിലോ ഒന്നും അധികം സമയം ചെലവഴിക്കാൻ പറ്റാത്ത അവസ്ഥ. കാഴ്ചയുടെ പ്രശ്നമല്ല, മസിൽസിൻ്റെ പ്രശ്നമാണ്, അത് മാറുകയില്ല.
അതിലൊന്നും എനിക്ക് പരാതിയൊന്നും ഞാൻ അപ്പോഴിപ്പോഴും നിയോഗത്തിലും വെച്ചിട്ടില്ല. അതൊക്കെ അങ്ങനെ കിടക്കും, അതൊന്നും പ്രശ്നമല്ല. അതിലൂടെ പ്രവർത്തിക്കുമ്പോഴാണല്ലോ നമുക്ക് കരുത്തും ശക്തിയും വലിയ സാക്ഷ്യവുമാവുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പ്രൊമോഷൻ്റെ കാര്യം വെച്ചാലോ എന്ന് അത് വെച്ച് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് സമയമായിട്ടില്ല, പ്രൊമോഷനുള്ള സമയം ആയിട്ടില്ല, ആവുന്നതേ ഉള്ളൂ. പക്ഷേ ആ സമയത്തെ കട്ട് ചെയ്തുകൊണ്ട് പരിശുദ്ധ മാതാവ് എനിക്ക് ഒരു പ്രൊമോഷൻ, ഞാനത് എവിടെയും ആപ്ലിക്കേഷനോ അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല. പക്ഷേ അത് കൃത്യമായ സമയത്ത് അത് മാതാവ് റെഡിയാക്കി തന്നു, എന്നെ ഫ്രീ ആക്കി തന്നു. ശനിയാഴ്ചയും ഞായറാഴ്ചയും ധാരാളം മതി. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ധാരാളം മതി എനിക്കത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട്. അങ്ങനെ മൂന്നാമത്തെ നിയോഗവും അതിങ്ങനെയായി സാധിച്ചു വന്നു. നാലാമതായിട്ട് ഞാൻ ഈ വർക്കിൻ്റെ ഈ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് ഒരു മാറ്റം ആവശ്യമാണെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു ഇങ്ങോട്ട് ഒരു കൂട്ടുകാരി വഴി ഒരു അറിയിപ്പുണ്ടായി, ഇങ്ങനെ വിദേശത്തേക്കൊന്ന് ശ്രമിക്കൂ, നിനക്കാവുമ്പോൾ ശരിയാകും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അപ്പോഴും നമുക്കറിഞ്ഞുകൂടാ, പിടിച്ച് വലിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് പോകാമെന്നുള്ളതല്ലല്ലോ. നമുക്കുള്ളതാണെങ്കിൽ, ദോഷം ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായും അത് നമ്മിൽ നിന്ന് മാറിപ്പോയേ പറ്റൂ. അപ്പം അങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്കുള്ളത് കൊണ്ട് ഇതും ഞാൻ അതേ മാനസികാവസ്ഥയോടു കൂടി സമർപ്പിച്ചു. ദൈവമേ, ഇത് നല്ലതെങ്കിൽ തരിക, ഇല്ലെങ്കിൽ എന്നിൽ നിന്ന് തട്ടിമാറ്റുക. ഇങ്ങനെ തന്നെ മനോഭാവത്തോടെ മുന്നോട്ട് പോയി. ആദ്യത്തെ പ്രാവശ്യം ഞാനത് ഇഗ്നോർ ചെയ്തു. കാരണം നമുക്ക് വിദേശത്ത് പോകുന്ന ഒത്തിരിയേറെ ഏജൻസികളുടെ ബുദ്ധിമുട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ വിട്ടു. പക്ഷേ എങ്കിലും രണ്ടാമത് ഇത് വീണ്ടും എൻ്റെ മുമ്പിലേക്ക് വന്നു. ഞാനതങ്ങനെ പതുക്കെ പ്രോസസ്സിങ് നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിന് മുമ്പ് എനിക്ക് PT എന്നുള്ള പരീക്ഷ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ടൈറ്റ് ഷെഡ്യൂളായിട്ട് വർക്ക് ചെയ്യുന്ന എനിക്ക് ഇതിനുവേണ്ടി പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് സമയമൊന്നും കണ്ടെത്താൻ കഴിയില്ല. ഞാൻ ചുമ്മാ ഒരു ഡേറ്റ് എടുത്തു, പ്രാർത്ഥിച്ച് തന്നെ ഡേറ്റ് എടുത്തു. പ്രാർത്ഥനയ്ക്ക് ശേഷം മനസ്സിൽ വന്ന ഒരു ഡേറ്റ് പെട്ടെന്നെടുത്തു. പക്ഷെ നോക്കിയപ്പോൾ അത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റാണ്. കിട്ടി, എനിക്ക് ഷെഡ്യൂൾ കിട്ടി, പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റാണ്. പഠിക്കാനോ പ്രിപ്പയർ ചെയ്യാനോ ഒന്നിനും സമയമില്ല. സാരമില്ല, മാതാവ് തന്ന ഡേറ്റാണെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അത് തന്നെ കൊടുത്തു, പോയി എഴുതി. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് തേന് ഞാൻ നന്നായി കഴിച്ചിരുന്നു. നന്നായി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് 2-3 തുള്ളി കഴിച്ചിരുന്നു. അതിനുശേഷം ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്, അവിടെ ഇരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മളതിൻ്റെ സ്പീക്കിങ്ങിൻ്റെ ഒരു സെക്ഷനുണ്ട്. അപ്പം നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി നമ്മൾ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ക്യൂബിക്കിളിലിരിക്കുന്നവരും കൂടെ സംസാരിക്കും. അവരുടെ വോയിസ് നമ്മുടെ മേലെ കയറി വരും. നമ്മൾ പറയുന്നത് ഒരു പക്ഷേ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അവർ പറയുന്നതിന് മേൽ ശ്രദ്ധിച്ചു പോകും. ഇങ്ങനെയൊക്കെയുള്ള ചലഞ്ചസ് ഉള്ള ഒരു എക്സാമാണ്. അത് തന്നെ സംഭവിച്ചു. ഞാൻ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു തുടങ്ങിയപ്പോൾ അപ്പുറത്തെ ക്യൂബിക്കിളിലിരിക്കുന്ന കുട്ടി പറഞ്ഞത് ഉറക്കെ കേൾക്കാൻ തുടങ്ങി. അബദ്ധവശാൽ ഞാനും അത് തന്നെ പറഞ്ഞു. പക്ഷെ നല്ല ഫ്ലോയിൽ പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് വന്നത് അന്നേരം എനിക്ക് മനസ്സിലായി അതെൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ എന്നാലും ടെൻഷൻ വന്നില്ല. ഞാൻ ഇപ്പം ഉടമ്പടിയിൽ പോകുമ്പോൾ നമുക്കൊന്നിനും ടെൻഷനില്ല. കാരണം ഒന്നും നമ്മൾ കൊണ്ട് നടക്കുമല്ലോ, എല്ലാം ദൈവത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് ആവലാതിപ്പെടുന്നത്? ഇത് നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് തന്നെ വരും. അപ്പോൾ അടുത്ത ക്യൂബിക്കിളിരുന്ന ആ കാൻഡിഡേറ്റ് എന്താണോ പറഞ്ഞത് അത് തന്നെ ഞാനും പറഞ്ഞു, വളരെ വ്യക്തമായി ഇപ്പോൾ തന്നെ പറഞ്ഞു. പക്ഷേ മറ്റ് മൊഡ്യൂളിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ മാർക്ക് വീണതും സ്പീക്കിങ്ങിന് തന്നെയായിരുന്നു. ഫുൾ മാർക്ക് 90 ഔട്ട് ഓഫ് 90. ആ അവസരത്തിൽ അത് ഞാൻ പിന്നീട് വീട്ടിലെത്തിയതിന് ശേഷമാണ് അറിയുന്നത്. എങ്കിൽ പോലും അവിടുന്ന് എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇങ്ങനെ സംഭവിച്ചെങ്കിൽ അതിനും ഒരു കാരണമുണ്ട്. നമ്മളല്ല പദ്ധതി ഇടുന്നത്. ഞാൻ പഠിച്ചത് തന്നെ പറയണമെന്ന് പദ്ധതി ഇടുന്നത് ഞാനാണ്. പക്ഷേ അതല്ല അവിടെ സംഭവിക്കേണ്ടത്. മാതാവിൻ്റെ പദ്ധതി എന്താണോ, മാതാവിൻ്റെ മഹത്വീകരണത്തിനായിട്ട് വഴിയൊരുക്കുന്ന നിലയിൽ ആ ഒരു പരീക്ഷയും അങ്ങനെ നടന്നു, വിജയിച്ചു. പിന്നെ ചെറുതും വലുതുമായി ഒത്തിരിയേറെ നമ്മുടെ ജീവിതത്തിലുള്ള ദൈനംദിന ആവശ്യങ്ങളിൽ, ദൈനംദിന കാര്യങ്ങൾ ഒത്തിരിയേറെ കടന്നു പോകുന്നുണ്ട്. നമ്മളെല്ലാം അറിഞ്ഞും കേട്ടുമൊന്നുമല്ല ചെയ്യുന്നത്. എത്രയോ ദുരന്തങ്ങളും എത്രയോ പ്രയാസങ്ങളും പ്രതിസന്ധികളും പലതരത്തിലും നമ്മളെ വന്ന് തട്ടി വീഴ്ത്താവുന്നത് എങ്ങനെയൊക്കെയോ മാറിപ്പോകുന്നുണ്ടെന്നുള്ളത് അറിയുന്നത് അപ്പോഴല്ല, പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. എല്ലാം വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീരില്ല. പക്ഷേ ഉടമ്പടിയിൽ അന്ന് 2021 തൊട്ട് കൃത്യമായി ഞാൻ പുതുക്കി പോരുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും പത്രം എനിക്കിവിടെ വരാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ വരുന്നവരെ കൊണ്ട് വരുത്തിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ
അവിടെ മലയാള പത്രമല്ല കൊടുക്കുന്നത്, ഞാൻ കന്നഡയും തമിഴുമാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്ന ഒരു മനോഭാവമല്ല അവിടെ ഉള്ളവർക്ക്. അവർക്കിതൊക്കെ വലിയ അത്ഭുതമാണ്. പലരും ഒട്ടും തന്നെ കേട്ടിട്ടില്ലാത്തവരാണ്. എനിക്ക് കന്നഡ ഭാഷ അത്ര അറിയില്ല എങ്കിൽ പോലും ഞാൻ കൊടുക്കുന്ന ഓരോ പത്രവും ഇത്രയും ഞാൻ ഈ പറഞ്ഞ സാക്ഷ്യങ്ങളുണ്ടല്ലോ, ഇത് അത്രയും പറഞ്ഞ് ഓരോ പ്രാവശ്യവും അപ്ഡേറ്റ് ആവുന്ന സാക്ഷ്യങ്ങളും ചേർത്ത് വെച്ച് അത്രയും സമയമെടുത്താണ് ഒരു പത്രം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത്, കൈമാറുന്നത്. അവരുടെ കൂടെ അവിടെ ഇരിക്കും, അറിയാവുന്ന ഭാഷയിൽ ഇംഗ്ലീഷോ കന്നഡോ അല്ലെങ്കിൽ ഹിന്ദിയോ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അവരെ കൊണ്ട് മനസ്സിലാക്കിക്കുന്ന രീതിയിൽ പറയും. ഒരിക്കൽ എന്നോട് ഒരു കന്നഡ ഫാമിലി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും വിശുദ്ധമായിട്ടാണോ നിങ്ങളുടെ ജീവിതം കേരളത്തിൽ ജീവിക്കുന്നതെന്ന്. അവർ ചോദിച്ച കാര്യമുണ്ട്, നിങ്ങൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെപ്പോലും ശ്രദ്ധിക്കുന്ന രീതിയിലാണല്ലോ ഈ പ്രാർത്ഥനാ രീതി. അപ്പോൾ ആ സമയത്ത് മറ്റ് അന്യഭാഷ ഉടമ്പടി പ്രാർത്ഥനകൾ ഇവിടെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള സാഹചര്യമില്ല നിങ്ങളതിൽ കയറി നോക്കൂ എന്നുള്ളത്. പക്ഷേ എങ്കിലും ഇംഗ്ലീഷിൽ അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നവരും ഇത് കയറി നോക്കാനായിട്ട് യൂട്യൂബ് ചാനൽ ഞാൻ അവരെ സഹായിച്ചു. അപ്പോൾ അവരുടെ വിശ്വാസം നമ്മളെക്കാട്ടിൽ വലുതാണ്. ശാന്തമായും ക്ഷമയോടെ ഇരുന്ന് കേൾക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ അവർക്കുണ്ട്. അപ്പോൾ അത് എനിക്ക് വലിയൊരു പ്രചോദനമായി. അവിടെ പോയപ്പോഴും ഞാൻ എൻ്റെ മകനെ കൊണ്ടുപോയി. എന്ത് പറഞ്ഞാലും അവർക്ക് തെളിവോടുകൂടി സംസാരിക്കണമെന്നുള്ള വാശിയും എനിക്കുണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞ് ഇത് കൊടുക്കുക എന്നുള്ളതല്ല, വ്യക്തവും കൃത്യവുമായി അവരുടെ സംശയങ്ങൾക്കും അവർ ചോദിക്കുന്നതിനും കൃത്യമായി മറുപടി പറയണമെങ്കിൽ എന്നിൽ എന്തെങ്കിലും ഒരു ജ്ഞാനവും ദൈവികമായൊരു വിവേകവും ഉണ്ടായിരിക്കണമല്ലോ. അതില്ലാതെ നമുക്കൊരിക്കലും ഇങ്ങനെ ഒരാൾ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വാശി എൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ ശക്തമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നു. ഓരോ പ്രാവശ്യവും ഓരോ വ്യക്തിയോടും സംസാരിക്കുമ്പോൾ ഭാഷയൊന്നും അറിയാവുന്നവരൊന്നും അല്ല, പക്ഷേ എങ്ങനെയൊക്കെയോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് അവരിൽ നിന്നുള്ള റെസ്പോൺസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാവരും, ഒരാൾ പോലുമില്ല എൻ്റെ നിന്ന് പത്രം വാങ്ങാത്തവർ. എല്ലാവരും എന്നോട് സംസാരിച്ചവരും ഞാൻ കൊടുത്തവരും ഞാൻ കൃത്യമായി പത്രം കൊടുത്തവരെല്ലാം കൃത്യമായി വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് പത്രം കൊടുക്കുന്നതിലല്ലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, കൊടുത്ത പത്രം അത്രയും ഫലപ്രദമായി പോയി എന്നുള്ളതായിരുന്നു. തമിഴായാലും കന്നഡമായാലും. പിന്നീട് അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങി. ഇപ്പം ഞാൻ പത്രം കൊടുക്കുന്നത് ആ ഏരിയയിൽ നിന്നിട്ട് ഉറക്കെ സംസാരിച്ചിട്ടാണ് കൊടുക്കുന്നത്. പണ്ടൊക്കെ തുടക്കത്തിലൊക്കെ നമുക്കൊരു ചമ്മലായിരുന്നു, എന്താ പറയേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടുള്ള ഒരു ചമ്മലായിരുന്നു. പക്ഷേ ഈ പത്രം കയ്യിലുള്ളപ്പോൾ ആദ്യം നമ്മളത് വായിക്കണം. നമ്മളത് വായിച്ച് അതിനകത്ത് പറയാനുള്ളതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം അതിനകത്ത് തന്നെ ഉണ്ട്. എന്നോട് വാങ്ങിച്ചവർ കൂടുതലും മറ്റ് അന്യമതസ്ഥിലുള്ളവരാണ്. ആ ഏരിയയിൽ ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നുമുണ്ട്, എന്നെ കാത്തിരിക്കുന്നവരുമുണ്ട്. പിന്നെ കേരളത്തിൽ ഞാൻ പത്രം കൊടുത്ത സമയത്ത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു, അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ദൈവം സർവശക്തനാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് കുരിശുമരണവും പീഡാനുഭവവും ദൈവം ഒഴിവാക്കാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ നമുക്കിതൊന്നും പ്രിപ്പയർ ആയിട്ടൊന്നും അല്ലല്ലോ പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ, മാതാവേ എന്താണ് ഞാൻ പറയേണ്ടതെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ഉള്ളിൽ തോന്നിച്ചത് ഇങ്ങനെയാണ്, അത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ആദ്യമേ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ നോക്കിക്കുക ടീപ്പോയിൽ നിറച്ചും കൃപാസന പത്രമാണ് കിടക്കുന്നത്, ഇതെനിക്ക് എപ്പോഴും കിട്ടാറുണ്ട്, ഇപ്പം എന്താണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. അതൊരവസരമായിട്ട് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ഉപദേശമല്ല മനുഷ്യൻ ആവശ്യം, മാതൃകയാണ് ആവശ്യം. മാതൃക നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. നീ അങ്ങനെ ചെയ്യൂ, നീ ഇങ്ങനെ ചെയ്യൂ, ദൈവരാജ്യം പ്രാപിക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് പ്രവൃത്തിയിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഉടമ്പടി ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. പ്രവൃത്തി എന്താണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പ്രവൃത്തികളിൽപ്പെട്ട ഒന്നാണ്. ഞാൻ താങ്കളുടെ മുമ്പിൽ നിൽക്കുന്നത്, പത്രമായിട്ട് നിൽക്കുന്നത് ആ പ്രവൃത്തിയിൽപ്പെട്ട ഒന്നാണ്. അദ്ദേഹം കൂടുതൽ ഉന്മേഷത്തോടെ എന്നോട് ചോദിച്ചു, എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാനപ്പം ബാക്കി ഇലാബറേറ്റ് ചെയ്ത് അദ്ദേഹത്തോട് സംസാരിച്ചു. പരിശുദ്ധ പിതാവിന് അവിടുത്തെ പുത്രനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിത ലൈഫ് സൈക്കിൾ പോകുന്ന എങ്ങനെയാണ്, പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളും സന്തോഷങ്ങളും മാത്രമല്ല, ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിട്ട് വചനം മാംസമായിട്ട് ഭൂമിയിൽ അവതരിച്ച് സാധാരണ ഒരു അമ്മയിൽ നിന്ന് ഉരുവായ ഒരു കുട്ടിയായി ജനിച്ച ആ ബാലനിൽ നിന്നും 33 വയസ്സ് വരെയുള്ള ഒരു യുവാവായി ആ ജീവിതം നമ്മുടെ മുമ്പിൽ കാണിച്ച് തന്ന് തെളിവായി ബൈബിളിലൂടെ നമ്മളോട് സംസാരിച്ചാണ് ക്രിസ്തുവായ യേശു നമ്മളിൽ നിന്ന് പോയിരിക്കുന്നത്. അതൊരു മാതൃകയാണ്. ഈ മാതൃക ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല. ഉപദേശിക്കാനും പറയാനും എളുപ്പമാണ്, ഒരു ക്ലാസ് എടുക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരു ജീവിതം കാണിച്ചു തന്ന് എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് പഠിപ്പിച്ചു തന്ന്
കുരിശേറി ഉയർത്തെഴുന്നേറ്റ് പോയ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞാനിത് നിങ്ങൾക്ക് തരുന്നതും സംസാരിക്കുന്നതും. അദ്ദേഹം കുറച്ചു നേരം മിണ്ടാതെ നിന്നിട്ട് എന്നോട് പറഞ്ഞു, ശരിയാണ്, വെറുതെ എന്തെങ്കിലും പറഞ്ഞാലും നിങ്ങളിപ്പോൾ എന്തെങ്കിലും എന്നെ ഉപദേശിച്ചിട്ട് പോയാലും ഞാനത് ശ്രദ്ധിക്കണമെന്നില്ലല്ലോ. ഓക്കെ, നിങ്ങൾ ഇത്രയും സംസാരിച്ചതിൽ സന്തോഷമുണ്ട്, വേറെ ആരും ഇതുപോലെ സംസാരിച്ചില്ല. ചെറിയ കാര്യമാണ് പറഞ്ഞതെന്ന് എനിക്ക് അന്നേരം ഞാൻ തിരിച്ച് നടന്നു പോകുന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പിന്നീട് ഒന്നുകൂടെ പറയാൻ ശ്രമിച്ചിട്ടും എനിക്ക് പിന്നെ പറ്റിയില്ല. പക്ഷേ ആ സമയത്ത് ആ ചോദ്യത്തിനൊരു ഉത്തരം അങ്ങനെ കൊടുത്തു. പ്രേക്ഷിത പ്രവർത്തനം വളരെ കാര്യമായിട്ട് തന്നെ നടന്നു പോകുന്നു. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഉടമ്പടി തുടങ്ങിയ കാലത്ത് ഒരു പുതുക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ പ്രമോഷൻ വന്ന കാര്യം. പ്രമോഷനോടൊപ്പം തന്നെ സാലറിയുടെ ഇൻക്രിമെൻറ്റും പ്രതീക്ഷിക്കാത്ത കുറച്ച് ബോണസും കാര്യങ്ങളും വന്നു. ഇക്കാര്യങ്ങൾ എനിക്ക് അറിവുണ്ടായിരുന്നല്ല, പക്ഷേ വന്നു. ഉടനെ ഞാനിത് കയ്യിൽ പിടിച്ച് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചു. ചെയ്യണമല്ലോ കാരുണ്യ പ്രവൃത്തി. ഞാൻ മാതാവ് എനിക്ക് എവിടെ ആരെങ്കിലും ഒന്ന് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ CHSയിൽ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്ററിനെ പരിചയപ്പെടാനിടയായി. അവർ പാലിയേറ്റീവ് കെയറിന് വീടുകളിൽ പോകുന്ന ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്ററിനെ അവിചാരിതമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ നേരത്തെ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ഒരു സ്ഥലത്തൊരു പയ്യനുണ്ട്, അവന് വേണ്ടി ഒരു കാര്യം ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ആ പയ്യനെ ചെന്ന് കാണുമ്പോൾ അപ്പനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചുപോയ ഒരു പയ്യൻ, ഹിന്ദുവാണ്. അവൻ നട്ടലിന് താഴോട്ട് തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ ചോദിച്ചു, എന്താണ്, ഞാനിങ്ങനെ ഇതിൻ്റെ ഒരു കാര്യത്തിനായിട്ട് വന്നതാണ്, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആ പയ്യനോട് പറഞ്ഞു, കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അതും കരഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഒരു കസ്റ്റമൈസ്ഡ് വീൽ ചെയർ വേണമെന്നുള്ളത്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മാതാവിനെ പറ്റി അറിയാമോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അറിയാം, കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ കിടക്കുന്ന എന്നെ എന്തിനി അനുഗ്രഹിക്കാനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒരാഴ്ചയായിട്ട് പ്രാർത്ഥിച്ചില്ലേ, അതിനുള്ള ഒരു പരിഹാരമായില്ലേ? കസ്റ്റമൈസ്ഡ് വീൽ ചെയർ ഒരെണ്ണം വാങ്ങിച്ചു, ഞാനല്ല വാങ്ങിച്ചത്, അതിനുള്ള പണം കൊടുത്തു. ആ പയ്യൻ ആ വീൽ ചെയറിൽ ഒരു ദിവസം കാറിൽ കൂട്ടുകാരെയും കൂട്ടി ഇവിടെ വരികയുണ്ടായി. അവന് ഉടമ്പടി എടുക്കാനുള്ള പരിമിതികളുള്ളതുകൊണ്ട് അവൻ്റെ ഏറ്റവും ആത്മബന്ധമുള്ളൊരു സുഹൃത്ത് ഉടമ്പടി എടുക്കുകയും അവർ ഈ പയ്യന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ തുടർന്നു പോകുന്നത് ബാംഗ്ലൂരാണ്. ചില കുടുംബങ്ങൾക്ക് കുട്ടികളൊക്കെയുള്ള കുടുംബങ്ങളുണ്ട്, അവർക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭക്ഷണമായിട്ടും മറ്റു പ്രവൃത്തികളായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും അധികമായിട്ട് നമ്മൾ പള്ളിയും ബൈബിളും ഒക്കെ ആയിട്ട് അടുപ്പമുള്ള ഒരു രീതി തന്നെയായിരുന്നു. എങ്കിൽ പോലും കുർബാന എന്ന് പറയുന്ന ആ ഒരു മഹാ അത്ഭുതം ഞാൻ ഏറ്റവും കൂടുതലും മനസ്സിലാക്കിയതും ആഴം മനസ്സിലാക്കിയതും ഉടമ്പടി വലിയൊരു പങ്കുള്ളതാണ്. കാരണം കുർബാനയുടെ സമയത്ത് നമ്മൾ എങ്ങനെ പോയാലും ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകാനും മറ്റ് വിചാരങ്ങൾ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അടുത്ത എന്ത് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ പള്ളികളിൽ അച്ഛന്മാർ നല്ല രീതിയിൽ ധ്യാനങ്ങളും വചനപ്രഘോഷണങ്ങളും അതുപോലെ മറ്റു കൂട്ടായ്മകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും കുർബാനയുടെ ഒരാഴം ശരിക്കും ഈ ഉടമ്പടി ജീവിതം ശരിക്കും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കുർബാനയിൽ ഒരു നിമിഷം പോലും ശ്രദ്ധ പതറാതെ, മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷെ ഒരു നിമിഷം പോലും ശ്രദ്ധ പതറാതെ അച്ഛൻ കുർബാന ചൊല്ലുന്ന അതേ രീതിയിൽ തന്നെ അതേ സമയം അതേ വരികൾ തന്നെ എൻ്റെ ഉള്ളിൽ കൂടെ പോകാറുണ്ട്. കണ്ണുനീരോടെ അല്ലാതെ ഒരു കുർബാന പോലും ഞാൻ തീർക്കാറില്ല. അത് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. കുർബാന ഒരിക്കലും നഷ്ടപ്പെടുന്ന ഒരു കാര്യവും ചെയ്യാറില്ല. പ്രത്യേകാൽ ഒന്നും തന്നെ നമ്മുടെ കാര്യങ്ങൾ വിളിച്ചു പറയുകയല്ല അവിടെ ചെയ്യുന്നത്. ആ കുർബാനയിൽ അച്ഛൻ പറഞ്ഞു പോകുന്ന സകല വരികളിലും നമ്മുടെ സകല കാര്യങ്ങളിലും ഒരു സമ്പൂർണ്ണ പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ജപമാലയും ഏറ്റവും ശ്രദ്ധയോടുകൂടി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജപമാല ചൊല്ലുമെന്നുണ്ടായിരുന്നെങ്കിലും പരീക്ഷയിൽ ജയിപ്പിക്കണേ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. മാതാവിൻ്റേതായ സമയവും മാതാവിൻ്റെ മധ്യസ്ഥതയാൽ കർത്താവായ യേശു ക്രിസ്തുവിനും എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സമയവും നീക്കി വയ്ക്കുവാനായിട്ടും ഞാൻ ശ്രമിക്കും.